സംസ്ഥാനത്ത് പെരുമഴപ്പെയ്ത്തിലെ ആശങ്കയ്ക്കൊപ്പം അറബിക്കടലിലെ പ്രശ്നങ്ങളും ആശങ്കയാവുകയാണ്. മുങ്ങിയ കപ്പൽ MSC എൽസ-3 എന്ന ലൈബീരിയൻ കപ്പൽ പൂർണ്ണമായും മുങ്ങാതെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. ആദ്യ മണിക്കൂറുകളിൽ തന്നെ കൃത്യമായി ഇടപെട്ട കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ശ്രമങ്ങളിൽ നമ്മുടെ കപ്പൽച്ചാലിൽ മുങ്ങിപ്പോയ ആ ലൈബീരിയൻ കപ്പൽ 24 ജീവനക്കാരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. നല്ല കാര്യം. അപ്പോഴും ആശങ്കയാവുന്നത് ആ വീണുപോയ കണ്ടെയ്നറുകളാണ്. ഇപ്പോഴും കൃത്യമായി സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നില്ല. ഹാനികരമായ വസ്തുക്കൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ബാധിക്കും? മുങ്ങിയ കപ്പൽ ഉണ്ടായിരുന്ന 640 കണ്ടെയ്നറുകൾ, അതിൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കൾ, 84.3 മെട്രിക് ടൺ ഡീസൽ, 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിൽ. ഇതെല്ലാം കൂടെ നമ്മുടെ കടലിൽ പരക്കലാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ബയോഡൈവേഴ്സിറ്റിക്ക് ഉണ്ടാക്കുന്ന ആഘാതം എത്രയാണ്? എത്ര കാലം തുടരണം ജാഗ്രത? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ഡിഫൻസ് PR കമാൻഡർ അതുൽ പിള്ള, കുഫോസ് മുൻ VCC B മധുസൂദനക്കുറുപ്പ്, നാവികൻ ശ്രീ അഭിലാഷ് ടോമി, മത്സ്യത്തൊഴിലാളി നേതാവ് ശ്രീ ചാൾസ് ജോർജ്, ഷിപ്പ് ഡിസൈനർ ശ്രീ വിവേക് രാമനാഥ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ചർച്ചയിലേക്ക് കടക്കും മുൻപ് വിഷ്ണു സുരേഷിലേക്ക് വന്നു. വിഷ്ണു, നേരത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ 2 നോട്ടിക്കൽ മൈൽ, ഏകദേശം ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ ഈ പറഞ്ഞ എണ്ണപ്പടർച്ച ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. എന്താണ് ആ എണ്ണപ്പടർച്ച കണ്ടെയ്ൻ ചെയ്യാൻ, നിയന്ത്രിക്കാൻ ചെയ്യാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്താണ് വിഷ്ണു? ഹാഷ്മി, ഈ എണ്ണച്ചോർച്ച അല്ലെങ്കിൽ അത് പരക്കുന്നത് തടയാനുള്ള ദൗത്യം വളരെ ശ്രമകരമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ICG സക്ഷം എന്ന രക്ഷാപ്രവർത്തനത്തിനുള്ള ഈ ഷിപ്പ് ഇപ്പോഴും അവിടെ തുടരുകയാണ്. അവർ പ്രധാനമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രദേശത്തേക്ക്, ഈ എണ്ണ ഇത്തരത്തിൽ പരന്നു പിടിക്കുന്ന പ്രദേശത്തേക്ക് സ്പോട്ട് ചെയ്ത് അത് ബൂം ചെയ്ത് കളയുക എന്നുള്ളതാണ്. പക്ഷേ അതിവേഗത്തിൽ എണ്ണ പരക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് കരയിലേക്കടക്കം എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. എത്രത്തോളം കണ്ട് ഈ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നാളെ മാത്രമേ വരികയുള്ളൂ. ഇന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് ഈ ഓപ്പറേഷൻ തിരിച്ചു വന്ന ഈ DIG, കോസ്റ്റ് ഗാർഡിന്റെ DIG തന്നെ വ്യക്തമാക്കിയത് ഞങ്ങളുടെ ആദ്യ ഫേസ് വിജയമാണ്. അതായത് ആദ്യ ഫേസ് എന്നവർ ഉദ്ദേശിക്കുന്നത് ഈ രക്ഷാപ്രവർത്തനമാണ്. 24 പേരെയും രക്ഷപ്പെടുത്തി. രണ്ടാമത്തെ ഫേസ് ആണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമാക്കാനായിട്ടില്ല എന്നുള്ളതാണ്. ഒരല്പം ആശങ്ക നിലവിൽ നമുക്ക് വേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് 367 ടൺ ഡീസലും അതോടൊപ്പം തന്നെ ഫർണസ് ഓയിലും ഒക്കെയാണ് ആ ഷിപ്പിലുള്ളത്. അത് ഒഴുകിയെത്തുന്ന ഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന പാരിസ്ഥിതിക ആഘാതവും ഈ ബയോഡൈവേഴ്സിറ്റി പ്രശ്നങ്ങളും ഒക്കെ വലുത് തന്നെയായിരിക്കും. ഇന്ന് മാത്രമല്ല, വരും ദിവസങ്ങൾ കൂടി നമ്മൾ സജീവമായ ചർച്ചയ്ക്കും അല്ലെങ്കിൽ സജീവമായ ശ്രദ്ധയ്ക്കും ഒക്കെ വിധേയമാക്കേണ്ടതാണ്. മാത്രമല്ല, കണ്ടെയ്നറുകൾ ഏത് തീരത്തേക്ക് അടുക്കുന്നു എന്ന കാര്യമൊക്കെ ഉണ്ട്. വിഷ്ണു, ഓക്കെ, നമുക്ക് അതിഥികളിലേക്ക് ഒന്ന് പോകണം. ഞാൻ ഡിഫൻസ് PR ശ്രീ അതുൽ പിള്ളയിലേക്ക് പോകുന്നു. ശ്രീ അതുൽ പിള്ള, ഇവിടെ നമുക്കറിയാം നമ്മുടെ പ്രയോറിറ്റി ഉറപ്പായും നമ്മുടെ കപ്പൽച്ചാലിലേക്ക് വന്ന് വീണുപോയ ആ കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. രണ്ടാമത്തെ പ്രയോറിറ്റി ഈ പറയുന്ന രീതിയിൽ അതിൽ നിന്ന് ഒഴുകുന്ന എണ്ണ ഏത് രീതിയിൽ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന പരിസ്ഥിതി ആഘാതം എത്രത്തോളം കുറയ്ക്കാൻ കഴിയും. എന്തായാലും നമ്മുടെ ആദ്യ ദൗത്യം നമ്മൾ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. ആദ്യ മണിക്കൂറിൽ നമ്മൾ എഫക്റ്റീവായി ഇടപെട്ടു. 24 പേരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു സാർ? ഇനീഷ്യലി ഈ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തപ്പം നേവൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലും പിന്നെ കോസ്റ്റ് ഗാർഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലും അവരവരുടെ ലോക്കൽ ഹെഡ് ക്വാർട്ടേഴ്സ് സദർൺ നേവൽ കമാൻഡും പിന്നെ കോസ്റ്റ് ഗാർഡ് ഹെഡ് ക്വാർട്ടേഴ്സ് കോംഡസ് ഫോർട്ട് കൊച്ചിനെ ഇൻഫോം ചെയ്തിട്ട് കോസ്റ്റ് ഗാർഡ് ഷിപ്പും പിന്നെ നേവിയുടെ ഷിപ്പും ഡിപ്ലോയ് ആയ ഏരിയയിലോട്ട് കോസ്റ്റ് ഗാർഡ് ഷിപ്പ് അവിടെ ആദ്യം എത്തിക്കഴിഞ്ഞിട്ട് അവർ ഒരു 21 ക്രൂസിനെ അവർ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പിന്നുള്ള 3 ക്രൂ ഇന്നലെ വൈകിട്ട് അവർ ആ ഷിപ്പിൽ തന്നെ അവിടെ തുടർന്നു. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവർ എങ്ങനെയെങ്കിലും ഈ ഫ്ലഡിങ്ങോ അല്ലെങ്കിൽ ടിൽറ്റിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി അവർ അവിടെ നിന്ന്. പിന്നെ രാത്രിയിൽ അവരുടെ വേറൊരു മെർച്ചൻ്റ് ഷിപ്പും ആ കമ്പനിയുടെ ആ ഏരിയയിൽ ഉണ്ടായിരുന്നു ഫോർ ഫർദർ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടി. ബട്ട് ഹൗവർ ഇന്നലെ രാത്രിയിലത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസും വെച്ചിട്ട് അത് ഫർദർ ടിൽറ്റിലോട്ടായപ്പോൾ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ വന്നപ്പം ഈ 3 ക്രൂ, ഷിപ്പിൻ്റെ മാസ്റ്ററും പിന്നെ അതിൻ്റെ എഞ്ചിനീയേഴ്സും 2 പേരും അവർക്ക് ഷിപ്പ് അബാൻഡൻ ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അബാൻഡൻ ചെയ്തപ്പം ഈ ഏറ്റവും അടുത്ത് പൊസിഷൻ മാനുവർ ചെയ്തിട്ട് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് INS സുജാത എന്ന് പറഞ്ഞ ഷിപ്പാണ് നേവിയുടെ സദർൺ നേവൽ കമാൻഡറിൽ. പിന്നെ ആ ഷിപ്പ് അവിടെ മാനുവർ ചെയ്ത് അവരുടെ ക്രൂ അവിടെ പോയിട്ട് ഈ 3 പേരെ രക്ഷപ്പെടുത്തി. ഓക്കെ സാർ, ഞാൻ അങ്ങനെയൊക്കെ എത്താം.
ശ്രീ ബി മധുസൂദന കുറുപ്പ്, ഇവിടെ എന്താണ് നമുക്കറിയാത്ത തരത്തിലുള്ള വലിയ ഇന്ധനം ഈ കണ്ടെയ്നർ രൂപത്തിലുണ്ട്. ഇപ്പോഴും നമുക്ക് ഈ എന്താണ് ലോ കണ്ടന്റ് സൾഫർ എന്നതിനപ്പുറം എന്താണ് അതിലുള്ളത്, ഒഴുകിപ്പറന്ന് അതിലുണ്ട് എന്നാലും നമുക്കറിയില്ല. നമുക്കറിയാവുന്ന കാര്യം ഈ പറഞ്ഞ ഫർണസ് ഓയിൽ അടക്കം ഈ ഷിപ്പിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങൾ ധാരാളം മെട്രിക് ടൺ കണക്കിന് ഉണ്ട്. ഈ കപ്പൽ പൂർണ്ണമായി മുങ്ങിയിരിക്കുന്നു. നമുക്ക് ഇത്തരത്തിൽ കപ്പൽ മുങ്ങിയ ഒരു അനുഭവം നമ്മുടെ മുന്നിലില്ല സാർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ മൊത്തത്തിൽ കാണേണ്ടത്? എങ്ങനെയാണ് നമ്മൾ എത്ര കാലം ഇതിൻ്റെ ഇമ്പാക്റ്റിനായി കാത്തിരിക്കണം? എന്തൊക്കെ നമ്മൾ നോക്കണം ശ്രീ ബി മധുസൂദന കുറുപ്പ്? ഓയിൽ പൊല്യൂഷൻ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും മാരകമായിട്ടുള്ള തരത്തിലുള്ളൊരു മലിനീകരണമാണ് ഓയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഒട്ടനവധി ഇത്തരത്തിലുള്ള ഷിപ്പിൽ നിന്നുള്ള പൊല്യൂഷൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ തന്നെയും വേൾഡ് കോണ്ടെക്സ്റ്റിൽ പലയിടത്തുമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2010 തന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളൊരു ഓയിൽ പൊല്യൂഷൻ റിപ്പോർട്ട് ചെയ്തു. പിന്നെ അലാസ്കയിൽ നടന്നിട്ടുള്ള പൊല്യൂഷൻ, റെഡ് സീയിൽ നടന്ന പൊല്യൂഷൻ, അങ്ങനെ ഒരു പരമ്പര തന്നെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഓയിൽ പൊല്യൂഷൻ, ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഓയിൽ പൊല്യൂഷൻ നമ്മുടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മളെന്ന് വെച്ചാൽ ലോകം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലിലെ ജീവികളെ ഒന്നടങ്കം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു പൊല്യൂഷനാണ് എണ്ണ കൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻ. കാരണം ഈ എണ്ണയുടെ പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ, അത് വളരെ മാരകമായിട്ടുള്ള ഒരു പൊല്യൂട്ടൻ്റാണ്. എല്ലാ ജീവികളെയും പ്രത്യേകിച്ച് അവരുടെ ശൈശവ ദശയിൽ കൊന്നെടുക്കുവാൻ കഴിവുള്ള ഒരു മാരകമായിട്ടുള്ള പൊല്യൂട്ടൻ്റാണ് ഈ പൊല്യൂഷൻ സാധാരണ വരുന്നത്. മറ്റൊരു പ്രധാന കാര്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സമുദ്രജലത്തിൽ കലരുന്ന ഈ തരത്തിലുള്ള പെട്രോളിയം പ്രോഡക്ട്സ്, HSD ആയാലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫർണസ് ഓയിൽ ആയാലും, അതിൽ നിന്ന് ആദ്യമേ ഈ പറഞ്ഞ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ റിലീസ് ചെയ്യും. അപ്പോൾ അത് ഈ സമുദ്രജലവുമായിട്ട് ചേരുമ്പോൾ വിഘടിതമായിട്ടുണ്ടാകുന്ന ബൈ പ്രോഡക്ട്സാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന മറ്റൊരു തരത്തിലുള്ള ബൈ പ്രോഡക്ട്സാണ് നമ്മുടെ അപൂർവ ലോഹങ്ങൾ, ട്രേസ് മെറ്റൽസ്. അത് വളരെ മാരകമാണ്. ഇപ്പോൾ ക്രോമിയം, നിക്കൽ, മാംഗനീസ്, മോളിബ്ഡനം, അങ്ങനെ ഒരു സീരീസ് ഓഫ് ട്രേസ് മെറ്റൽസ് ഈ പ്രതിപ്രവർത്തനം മൂലം നമ്മുടെ ആവാസ വ്യവസ്ഥയിലേക്ക് വരുന്നു. അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കാരണവശാലും നമുക്ക് തുടച്ചു നിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ ജീവികൾ, അത് ജന്തുപ്ലവകമായാലും അതോടൊപ്പം തന്നെ സസ്യപ്ലവകമായാലും, ഈ തരത്തിലുള്ള ഹെവി മെറ്റൽസ് അബ്സോർവ് ചെയ്യുകയും അവരുടെ ബോഡി മസിൽസ് ഇത് അക്യൂമുലേറ്റ് ചെയ്യുകയും, പിന്നെ നമ്മുടെ ഈ ഫുഡ് ചെയിൻ, അതായത് സസ്യപ്ലവകങ്ങൾ മുതൽ ജന്തുപ്ലവകം, ചെറിയ മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മാമൽസ്, ഈ വഴിയെല്ലാം ഈ പറഞ്ഞ ലോഹങ്ങൾ നമ്മുടെ ഫുഡ് ചെയിനിൽ പ്രവേശിച്ച് അത് ആജീവനാന്തം നമ്മുടെ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഏറ്റവും നമ്മൾ കാണാത്ത ഒരു വശം കൂടെ ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ മത്സ്യം കഴിക്കുമ്പോൾ മനുഷ്യരിലാണ് ഇത് വരുന്നത്. മനുഷ്യൻ കഴിച്ചാൽ കാർസിനോജനിക്, ക്യാൻസർ സഹിതമുള്ള രോഗങ്ങൾ ഉളവാക്കാൻ പറ്റിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. PH എന്നൊക്കെ പറയുന്നവ നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് നോക്കാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ അഭിലാഷ് ടോമി, ഇപ്പോൾ താങ്കൾ അഭിലാഷ് ടോമിയെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരനാണ്. അതിൽ രണ്ടാമതെത്തി. അങ്ങനെ രാജ്യത്തിൻ്റെ അഭിമാനമായ ആളാണ്. അതിനിടയിലുണ്ടായ അപകടങ്ങൾ, അതിനിടയിലുണ്ടായ പരിക്ക്, ആ പരിക്കിനെ തുടർന്ന് വിശ്രമം ഒക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. ശ്രീ അഭിലാഷ് ടോമി, താങ്കൾ നേരിട്ട ഒരു അനുഭവത്തോട് സമാനതകൾ എന്തായാലും ഇതിനില്ല. ഇതൊരു കാർഗോ ഷിപ്പാണ്. അത് മുങ്ങുമ്പോഴേക്കും രക്ഷപ്പെടുത്താൻ നമ്മുടെ കോസ്റ്റ് ഗാർഡും നമ്മുടെ നാവികസേനയൊക്കെ സജ്ജമായിട്ടുണ്ട്. പക്ഷേ ആ കപ്പൽ ആകപ്പാടെ മുങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോഴുള്ള പ്രശ്നം ഈ എണ്ണ പടർന്നു തുടങ്ങുന്നു എന്നുള്ളതാണ്. താങ്കളുടെ കടലനുഭവത്തിൽ താങ്കൾ ഈ സംഭവത്തെ നോക്കുന്നത് എങ്ങനെയാണ് ശ്രീ അഭിലാഷ് ടോമി? ഒന്നാമത് ഈ ആക്സിഡന്റ് നടക്കുന്നത് കരയ്ക്ക് തൊട്ടടുത്ത്, ഏകദേശം ഒരു 40 നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ 80 കിലോമീറ്റേഴ്സ് ദൂരെയാണ്. ഐ തിങ്ക് ദാറ്റ് വാസ് ലക്കി തിങ്. അത് കാരണമാണ് നേവിയും കോസ്റ്റ് ഗാർഡും ഇത്രയും പെട്ടെന്ന് എത്തി എല്ലാവരെയും രക്ഷിക്കാൻ പറ്റിയത്.
പക്ഷേ ഇതിന്റെ ഫ്ലിപ്പ് സൈഡ് എന്നാണെന്ന് വെച്ചാൽ ഇത്രയും ഈ ഓയിൽ സ്പില്ല് ഈ സ്പില്ല് ചെയ്ത ഓയിലെല്ലാം പെട്ടെന്ന് കരയ്ക്കോട്ടെത്തും. കാരണം വെച്ചാൽ ഈ സമയത്ത് അവിടുത്തെ കാറ്റും തിരയെല്ലാം മോൺസൂൺ വിൻസ് കാരണം കേരളത്തിന്റെ കോസ്റ്റിന്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. അത് കാരണം ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിറ്റ് ഡിഫിക്കൽട്ട് ടു it's a bit the situation is quite bad right now. I think everything is going to spread very quickly towards the coast. ശ്രീ അഭിലാഷ് ടോമി, ഇവിടെ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ കേന്ദ്രമാകുന്ന കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ ആസ്ഥാനം കൊച്ചി ആയതുകൊണ്ടൊക്കെയാണ്. യഥാർത്ഥത്തിൽ തോട്ടപ്പള്ളിയിൽ നിന്നും 20 കിലോമീറ്റർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ നോട്ടിക്കൽ മൈലല്ല, കിലോമീറ്റർ നോക്കിയാലും 20 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം അപകടകരമായ പ്രോക്സിമിറ്റിയാണ് ആ 20 കിലോമീറ്റർ എന്ന് പറയുന്നത് ശ്രീ അഭിലാഷ് ടോമി? 20 കിലോമീറ്റർ അധികം ദൂരമൊന്നുമില്ല. ഈ കാറ്റിന്റെയും തിരയുടെ ഒക്കെ സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കരയ്ക്ക് അടുത്തെത്താനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ കരയ്ക്ക് അടുത്തെത്തുന്നതിന് മുമ്പ് അത് ഡിസ്പേറ്റ് പോകത്തില്ല. എന്ന് വെച്ചാൽ സാധാരണ ഈ ഓയിലെല്ലാം സിങ്ക് ചെയ്ത് താഴോട്ട് പോകാനൊരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് ഇത്ര അടുത്തായത് കാരണം അങ്ങനെയും പെട്ടെന്ന് ഓയിൽ ക്ലിയർ ആവുമെന്ന് തോന്നുന്നില്ല. ഈ പറഞ്ഞ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ് യഥാർത്ഥത്തിൽ ശ്രീ അഭിലാഷ് ടോമി ഇതിലെന്താണ് എന്ന കാര്യം പറയേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ നേരത്തെ സാധാരണഗതിയിൽ ഇവരുടെ കപ്പലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കമ്പനി അവരുടെ ഒരു പ്രസ്താവന, അവരുടെ വെബ്സൈറ്റിൽ ഒരു പ്രസ്താവന, ഇത് ഇൻ്റർനാഷണൽ കമ്പനിയാണ്, ഒരു പ്രസ്താവന രൂപത്തിൽ എന്താണ് അവരുടെ കപ്പൽ എന്ത് സംഭവിച്ചു, അവരുടെ സെയിലർമാർ എന്ത് സംഭവിച്ചു, ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസിൻ്റെ അവസ്ഥ എന്താണ്, അവരുടെ കപ്പലിൻ്റെ അവസ്ഥ എന്താണ്, ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ നേർക്കുനേർ പറയില്ലെങ്കിൽ കൂടിയും ഈ കണ്ടെയ്നറിലെ കപ്പലിലെ കാര്യങ്ങൾ, സാധനങ്ങൾ എന്താണ് എന്നവർ പറയാറുണ്ട്. ഇതിപ്പോൾ ഇത്രയും സമയമായിട്ടും ഈ കമ്പനി പറയുന്നില്ല. അത് കാരണം ഇതെന്താണ് എന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും യഥാർത്ഥത്തിൽ സ്ഥിരീകരിച്ച് പറയാനും പറ്റുന്നില്ല. അഭിലാഷ് ടോമി, MSC എനിക്ക് തോന്നുന്നത് ഫ്രം മൈ അണ്ടർസ്റ്റാൻഡിങ് ഇത് സ്വിറ്റ്സർലൻഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇറ്റ്സ് എ വെരി വെൽ ഫൗണ്ടഡ് കമ്പനി. പക്ഷേ എനിക്കൊന്ന് ലാസ്റ്റ് വീക്കോ അതിന്റെ ഒരാഴ്ച മുമ്പ് ഈ കമ്പനിയുടെ വേറൊരു ഷിപ്പിനൊരു ഗ്രൗണ്ടിങ് ഉണ്ടായിട്ടുണ്ട്. അതും GPS സ്പൂഫിംഗ് കാരണമാണെന്നാണ് പറയുന്നത്. പക്ഷെ വേറൊരു ഷിപ്പും ഗ്രൗണ്ട് ആയിട്ടുണ്ട്. ചിലപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുമായിട്ട് ഇപ്പം ഡീൽ ചെയ്തായിരിക്കാം. അത് കാരണമായിരിക്കും ഈ ആക്സിഡന്റിന്റെ അധികം ഡീറ്റെയിൽസ് അവർ വെബ്സൈറ്റിൽ ഇത്രയും പെട്ടെന്ന് ഇടാഞ്ഞത്. ശ്രീ അഭിലാഷ്, ഇപ്പം നമുക്ക് വെബ്സൈറ്റിലൊക്കെ നോക്കിയാൽ പോലും നമുക്കിപ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞ ഫ്ലൈറ്റ് ആക്സിഡന്റുകൾ ഉണ്ടാവുന്ന അത്രയും പോലും കോമൺ അല്ല ഇത്തരത്തിൽ കപ്പലുകൾ പൂർണ്ണാർത്ഥത്തിൽ മുങ്ങിപ്പോവുക എന്ന് പറയുന്നത്. മാത്രമല്ല കണ്ടെയ്നറുകൾ വീഴുകയും എണ്ണ ലീക്കേജ് എന്ന് പറയുന്നതും സാധാരണമല്ല. ഇതിപ്പോൾ പറയപ്പെടുന്നത് ഇപ്പോൾ അന്വേഷണം ഉണ്ടാവണം, ഈ പറയുന്ന നമ്മുടെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ പോലെ എന്തോ റെക്കോർഡർ ഉണ്ട്, അത് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകും. അഭിലാഷ് പറയുന്നത് ഏതോ ഒരു ചുഴിയിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ കേരള തീരത്ത് കരയിൽ ഈ പറഞ്ഞ കാലാവസ്ഥ എക്സ്ട്രീംസ് പലതും നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയില്ല ഇനി കടലിൽ പുതിയ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടോ എന്ന കാര്യമൊക്കെ അത് എപ്പോഴാണ് അറിയാൻ കഴിയുക ശ്രീ അഭിലാഷ് ടോമി? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വെതർ റിലേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഇപ്പം ഏറ്റവും വേഴ്സ്റ്റ് വെതർ നമ്മൾ ഈ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന അതിന്റെ മോൺസൂൺ എന്നാണ് പറയുന്നത്. മോൺസൂണിനകത്ത് കൂടി വന്ന ഒരു 20-25 നോട്ട് വിൻഡ് സ്പീഡ്, ഒരു 3-4 മീറ്റർ ഉയരത്തിൽ തിര വരും. പക്ഷെ നമ്മൾ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ കുറച്ചുകൂടെ സൗത്തിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അവിടെ എല്ലാ ആഴ്ചയും ഒരു 40-50 നോട്ടിന്റെ ഒരു സിസ്റ്റം നമുക്ക് 100% കിട്ടും. അപ്പൊ ഈ ഷിപ്പ് എന്ന് വെച്ചാൽ അത് മാത്രമല്ല, അത് കുറെ കൂടെ സിവിയർ ആയിട്ടുള്ള വെതർ വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ കേരളത്തിന്റെ കോസ്റ്റിന് അടുത്ത് നടന്ന ഈ ആക്സിഡന്റ് അത് ഒരു വെതർ റിലേറ്റഡ് ഇൻസിഡന്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. യെസ്, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വിവേക് രാമനാഥൻ, അദ്ദേഹം ഒരു ഷിപ്പ് ഡിസൈനറാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനി ഇപ്പോഴത്തെ കൊച്ചിൻ ഷിപ്പ് യാർഡിന് വേണ്ടി ഷിപ്പുകൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേവിക്ക് വേണ്ടി ഷിപ്പുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ആ മേഖലയിൽ വിദഗ്ധൻ കൂടിയാണ്. ശ്രീ വിവേക് രാമനാഥ്, ഈ കപ്പൽ 27 വർഷത്തെ പഴക്കമുണ്ട് എന്ന് പറയുകയാണ്. കപ്പലിന് 27 വർഷത്തെ പഴക്കം എന്ന് പറയുന്നത് വലിയ പഴക്കം എന്ന് കണക്കാക്കാൻ കഴിയുന്നതാണോ? ഈ കപ്പൽ ഉണ്ടായത് എന്താണ്? ഇനി ഈ കപ്പൽ ഇത് പൂർണ്ണാർത്ഥത്തിൽ മുങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതിനെ പൊക്കിയെടുക്കലൊക്കെ സാധ്യമാണോ ശ്രീ വിവേക് രാമനാഥ്? ഒരു കപ്പൽ, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. ഒരു കപ്പൽ ഡിസൈൻ ചെയ്യുന്നത് സാധാരണ 25 വർഷത്തേക്കാണ്. അപ്പോൾ അതിനുശേഷം അത് കണ്ടം ചെയ്ത് കളയുക എന്നുള്ളതല്ല. അതിനുശേഷം അതിന് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിന് ഈ കപ്പലിൻ്റെ തുടക്കത്തിൽ തന്നെ ഡിസൈൻ മേഖലയിൽ തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് റെഗുലേഷൻസും റൂൾസും നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയെല്ലാം ഡിസൈൻ ലെവലിൽ അത് ചെയ്യും. അതിൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഷിപ്പ് യാർഡുകളിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതെല്ലാം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ 27 വർഷം എന്ന് പറഞ്ഞു, 27 വർഷവും അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ റെഗുലർ ഇൻ്റർവെൽസിൽ ഇതെല്ലാം കോംപ്ലൈ ചെയ്യുന്നത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സാധാരണ ഇത് ചെയ്യുന്നത്. MSC വളരെ വലിയ ഒരു കമ്പനിയാണ്, അത് സൈപ്രസ് ബേസ്ഡ് ആണ്. അവർ ഇത് പാലിക്കേണ്ടതാണ്, കാര്യം അവർ ഇത്രയും വലിയൊരു കമ്പനി ആയതുകൊണ്ട് അവർക്ക് വളരെ വലിയ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ഈ ഒരു കപ്പലിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് അഗെയിൻ അത് അത്രയും ഡാറ്റ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല പബ്ലിക് ഡൊമൈനിൽ. കമ്പനിക്ക് അതറിയാമായിരിക്കാം, കമ്പനി അതുപോലെ തന്നെ അതോറിറ്റീസിൻ്റെ അടുത്ത് അത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കപ്പലിന് സംഭവിച്ചു എന്നുള്ളത് ചിലപ്പം ഈ 27 വർഷമല്ലായിരിക്കാം അതിൻ്റെ ഒരു പ്രശ്നം. അതെന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഓഫ് പല ഫാക്ടേഴ്സ് ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും. പിന്നെ സാധാരണ ഒരു ഷിപ്പ് ഡിസൈൻ ചെയ്യുന്നത് നോർത്ത് അറ്റ്ലാന്റിക് വേവിന് വേണ്ടിയിട്ടാണ്. നോർത്ത് അറ്റ്ലാന്റിക് വേവ് എന്ന് പറയുന്നത് ഇതൊരു കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് വേവ് സ്പെക്ട്രം എന്ന് പറയും. അവിടെ അതായത് ഒരു 10-11 മീറ്റർ വേവ് ഹൈറ്റ് വന്നാൽ പോലും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു ഡിസൈനാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ശ്രീ അഭിലാഷ് ടോമി പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു വെതർ 3-4 മീറ്റർ വേവ് ഹൈറ്റ് ഒന്നും അതിന് ഇത്രയും പോകുന്നൊരു കപ്പലിന് അതൊരു പ്രശ്നമാകേണ്ട കാര്യമേ ഇല്ല. അല്ല ശ്രീ വിവേകരാമൻ, നമ്മളിപ്പോൾ ഇത് പല ഘടകങ്ങളുണ്ടാവാം. ഒരുപക്ഷെ ഈ പറയുന്ന കണ്ടെയ്നറുകൾ കയറ്റിയതിലെ അശാസ്ത്രീയത എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ പറയുന്ന വലിയ തിരയൊക്കെ അടിച്ചപ്പോഴേക്കും കപ്പൽ ചെരിഞ്ഞപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലുള്ള സൈഡിലേക്ക് മറിഞ്ഞതൊക്കെ ആവാം. ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ഒരു വേഴ്സ്റ്റ് കേസ് സിനേരിയോയിലാവില്ലേ അതിൻ്റെ ഡിസൈൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നറുകൾ ഏതൊക്കെ ഇതിൽ എങ്ങനെയൊക്കെ മറിഞ്ഞാലും ഇനി കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു പോയാലും കപ്പലിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കാതിരിക്കണ്ടേ ശ്രീ വിവേക് രാമനാഥ്? അതെ, ഡിസൈൻ ചെയ്യുന്നത് ഇതിനേക്കാളൊക്കെ മച്ച് വേഴ്സ് കണ്ടീഷൻസ് ഫേസ് ചെയ്യാനാണ്. പിന്നെ ഇതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല, ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രൂവിന് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതെല്ലാം പാലിച്ചു എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല, ഇപ്പോൾ വ്യക്തമല്ല. അത്രയും ഡാറ്റ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. പിന്നെ താങ്കൾ നേരത്തെ ചോദിച്ചു ഇത് പൊക്കിയെടുക്കാൻ കഴിയുമെന്ന്. സാൽവേജിങ് എന്നാണ് അതിന് പറയുന്നത്. അതിന് വേൾഡ് വൈഡ് വളരെ വൈദഗ്ധ്യമുള്ള പല കമ്പനികളും ഉണ്ട്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് വന്ന പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനാണ് ഇപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ ക്രൂവിനെ രക്ഷിക്കാനായിരുന്നു നമ്മുടെ ഫോക്കസ്. അതിനുശേഷം നമ്മൾ പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അവർ കോസ്റ്റ് ഗാർഡിന് അതിന് വേണ്ട പൊല്യൂഷൻ കൺട്രോൾ വെസൽസ് എന്ന് പറയുന്ന വെസൽസ് ഉണ്ട് അവർക്ക്. അതുപോലെ നേവിക്കും അതിന് പല സജ്ജീകരണങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ അടുത്ത സ്റ്റെപ്പിൽ അതായിരിക്കും നെക്സ്റ്റ് ഫോക്കസ്. കപ്പലിനെ എന്ത് ചെയ്യണമെന്നുള്ളത് അതിന് ശേഷം വരുന്നൊരു ചോദ്യമാണ്. കാര്യം ഇത്രയും ഈ പറഞ്ഞ 38 നോട്ടിക്കൽ മൈൽ ഓഫ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡെപ്ത് ഉണ്ടാവും. അതിന് പൊക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതൊരു അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ അത് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് നെക്സ്റ്റ് സ്റ്റേജിൽ അതിനകത്ത് എന്തെല്ലാം ഉണ്ട്. ഇപ്പോൾ എല്ലാ ഓയിലും സ്പില്ലായി കൊള്ളണമെന്നില്ല. കാരണം പല ക്ലിയർ ടാങ്കിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ചിലപ്പോൾ അത് മാത്രം എടുത്ത് മാറ്റാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് അടുത്തതായിട്ടായിരിക്കും. ആദ്യം ഇപ്പോൾ ഉണ്ടായ എന്തെങ്കിലും പൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കും അടുത്ത സ്റ്റേജിൽ. ശരിയാണ്. പക്ഷേ പറയുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മൾ തോട്ടപ്പള്ളിക്ക് 20 കിലോമീറ്റർ അകലെയാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ വലിയ കപ്പലുകളൊന്നും വരുന്ന സ്ഥലമല്ല. എങ്കിൽ കൂടി അത് പ്രധാന കപ്പൽ ചാലിലേക്ക് വല്ലതുമാണ് ഇത് വീണിരിക്കുന്നതെങ്കിൽ മറ്റു വലിയ കപ്പലുകൾ വരികയും അതിൻ്റെ ഇപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് വിഴിഞ്ഞമാണ്. നമ്മൾ പഴയ പോലെ ഒരു സംസ്ഥാനമല്ല. നമുക്ക് തൊട്ടടുത്ത് വിഴിഞ്ഞമുണ്ട്. നിരന്തരം കപ്പലുകൾ പോകുന്ന ഒരു കടൽ ആണ് ഇനി ആ കടൽ. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ കഴിയും. ശ്രീ ചാൾസ് ജോർജ്, ഇവിടെ നമുക്കിപ്പോഴും അറിയില്ല ഇതെന്താണെന്ന് അറിയില്ല. പക്ഷേ എല്ലാവരും ആവർത്തിച്ച് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കൗതുകം കൊണ്ടും ത്വര കൊണ്ടും പോയി തൊട്ടു നോക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഹാനികരമായ വസ്തുവാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമുക്കറിയാൻ കഴിയുന്നത് ഈ പറയുന്ന ലോ സൾഫർ കണ്ടന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ചാൾസ് ജോർജ്, സൾഫർ ഈ രാസമലിനീകരണം ഉണ്ടാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വസ്തുവാണ്. നമുക്ക് ഓർമ്മയുണ്ട് പണ്ട് ഈ മത്തിക്ക് ടേസ്റ്റ് വ്യത്യാസം, ചാളയ്ക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായ കാര്യവും അത് എത്രയോ നോട്ടിക്കൽ മേൽ അകലെ ഒരു ലീക്കേജിനെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. തീരദേശത്തിൻ്റെ ഒരു ഫീൽ എന്താണ് ശ്രീ ചാൾസ് ജോർജ്? എനിക്ക് തീരദേശത്തെക്കുറിച്ച് മാത്രമല്ല പറയാനുള്ളത്. എനിക്ക് കൊച്ചി തുറമുഖത്തെ കണ്ടെയ്നർ തൊഴിലാളികളുടെ കൺവീനർ കൂടിയാണ് ഞാൻ. ഞങ്ങൾ ഇത് നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഭവം അല്ല ഇത്. 2018 എണ്ണയുമായി സഫീൻ എന്നൊരു കപ്പലോട് മുങ്ങിയിട്ടുണ്ട്. ഇതുവരെ പൊക്കിയിട്ടില്ല. 2016 കുറേ ട്രക്കുകളുമായിട്ടൊരു കപ്പലിലൂടെ മുങ്ങിയിട്ടുണ്ട്. അത് പൊക്കിയിട്ടില്ല ഇതുവരെ. ഈ കൊച്ചി തുറമുഖത്ത് കൂടി 2 കണ്ടെയ്നറിൽ നോട്ട് വന്ന് പറഞ്ഞു, ആർക്കും അറിയില്ല. ഈ കൊച്ചി തുറമുഖത്ത് കൂടി രക്തം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നടക്കുന്ന ഇവിടെ. ഇത് അന്താരാഷ്ട്ര ഗൂഢാലോചന സംഘത്തിൻ്റെ കേന്ദ്രമായി മാറിയായിരുന്നു എനിക്ക് സംശയമുണ്ട്. 1. 2, MSCയെക്കുറിച്ച് ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയാണ് മെഴ്സ്ക് എന്ന കമ്പനി. 2ാം സ്ഥാനത്തേക്കുന്ന കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. അവരെന്തിനാണ് ലൈബീരിയക്കൂടെ കപ്പൽ രജിസ്റ്റർ ചെയ്യുന്നത്?
ഈ കപ്പൽ കമ്പനികളൊക്കെ ഇത്തരം തട്ടിപ്പ് കമ്പനികളാണ് പലതും. പലരും ലൈബീരിയയിലും പനാമയിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്. പനാമ എന്ന രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ കപ്പലുള്ള രാജ്യമാണ്, മാറിയിരിക്കുന്നത്. അതൊക്കെ തട്ടിപ്പുകളാണ്. മൂന്നാമത്തെ വിഷയം, ഈ കപ്പൽ യഥാർത്ഥത്തിൽ 27 വർഷമായിട്ട് കിടക്കുകയാണ്. ഇതിനകത്ത് എന്തിരിക്കണമെന്ന് ആർക്കറിയാം? ഞങ്ങളറിയില്ല. ഞങ്ങളിത് ചുമന്നുകൊണ്ട് പോകുന്ന കന്നഡ തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ ഇത് ചുമന്നുകൊണ്ട് പോകാൻ മാത്രമാണ്. പോത്തിൻ്റെ പുറത്ത് ദൂരം വയ്ക്കണം. അതിനോട് ചോദിച്ചിരുന്നത് മറ്റുള്ളവരുടെ മനോഭാവമൊക്കെ. മൂന്നാമത്തെ അടുത്ത വിഷയം വരുന്നതാണ് മത്സ്യത്തൊഴിലാളി മേഖല എങ്ങനെ ബാധിക്കുന്നുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ പറയുന്ന ഇത് വരുന്ന ലാസ്റ്റ് പോർട്ടിലേക്കോ അല്ലെങ്കിൽ വിഴിഞ്ഞത്തേക്കോ അല്ലെങ്കിൽ ആരോടും ഈ കമ്പനിക്ക് ഇത് പറയേണ്ട ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത്. ഈ കണ്ടെയ്നറിൽ എന്താണെന്നുള്ള കാര്യം ആരോടും പറയേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വ്യവസ്ഥ ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണിത്. അവർ ഇതുവരെ അതിനെക്കുറിച്ച് കമന്റ് ചെയ്തിട്ടില്ലല്ലോ. ഒന്ന്. രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് ഇൻഡെമിനിറ്റി ക്ലബ് എന്നൊരു ക്ലബ്ബുണ്ട്. പഴയ എൻട്രിക്കൽ എക്സിക്കേസ് ഞാൻ കക്ഷി ചേർന്ന ഒരാളാണ്. നമ്മുടെ തൊഴിലാളികളെ വെടിവെച്ച് പോകുന്ന കേത്താണല്ലോ, അറിയാമല്ലോ, കടലിൽ പോയവരാ. അതിനകത്ത് വരെ ലോകത്ത് ഇൻഡെമിനിറ്റി ക്ലബ്ബുണ്ട്. അവരിടപെട്ടിട്ടില്ല. ഈ IMOയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പരിശോധിക്കണം. IMO ഇടപെട്ടിട്ടില്ല. കമ്പനി ഇതുവരെ മിണ്ടിയിട്ടില്ല. അതൊക്കെ ദുരൂഹതയുള്ളതാക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് കണ്ടതിലുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. കണ്ണനിൽ തൊടരുത്, മുട്ടരുത്, കിസ് ചെയ്യരുത് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. ഇതെവിടെയാണ് കപ്പൽ മറിഞ്ഞേക്കണത്? യഥാർത്ഥത്തിൽ കപ്പൽ മറിഞ്ഞ സ്ഥലം വളരെ ഗൗരവമുള്ള സ്ഥലമാണ്. അത് തോട്ടപ്പള്ളിയാണ്. അത് യഥാർത്ഥത്തിൽ കൊയിലോൺ ബാങ്ക് എന്നറിയപ്പെടുന്ന ലോകത്തെ, ഇന്ത്യയിലല്ല ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ് കൊയിലോൺ ബാങ്ക്. അത് അങ്ങ് വർക്കല മുതൽ അമ്പലപ്പുഴ നീണ്ടിടക്കുന്ന പ്രദേശമാണ്. അതിനിടയ്ക്കാണ് മറിഞ്ഞിരിക്കുന്നത്. 14 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ തീരത്തിനടുത്താണത്. ഇതിലെ എണ്ണകൾ ഒഴുകി വരുന്നത് മാത്രമല്ല, എണ്ണ ഒഴുകി വന്നാൽ തന്നെ നമ്മളെ ബാധിക്കും. ആരെ ബാധിക്കുന്നത്? ഏറ്റവും പ്രധാനമായി ബാധിക്കുന്നത്, നേരത്തെ മൗസൂമിൻ്റെ കുറിപ്പ് സാറ് പറഞ്ഞില്ലേ, മത്സ്യത്തിൻ്റെ ചെയിനിനെ ബാധിക്കും, ഫുഡ് വെബിനെ ബാധിക്കും. അത് യഥാർത്ഥത്തിൽ ചാളയാണ് ആദ്യം ബാധിക്കുന്നത്. നമുക്കറിയാം, ചാള ഒരു ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയ മത്സ്യമാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാനും കഴിക്കുന്ന ചാളയുടെ വലിപ്പം നോക്കിയിട്ടുണ്ടോ? ചാളയ്ക്ക് വലിപ്പമില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ചാള നമുക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അത് എല്ലാത്തിനും വിരൽ വലിപ്പമേ ഉള്ളൂ എല്ലാ ചാളയ്ക്കും. ഇപ്പോഴാണ് ചാള ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി ചാള ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചാളയ്ക്ക് വലിപ്പം വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. കാരണം മഴ കിട്ടിയിരിക്കുകയാണ്. നേരത്തെ മഴ വന്നിരിക്കുകയാണ്. ഏപ്രിൽ മധ്യത്തിൽ മുഴുവൻ മഴ തുടങ്ങിയുകൊണ്ട് തിരക്കടൽ തടുത്തിരിക്കുകയാണ്. 1. 2, നമ്മളെങ്ങനെ ബാധിക്കും ഞാൻ പറയട്ടെ. ഇത് യഥാർത്ഥത്തിൽ ചാകര പ്രദേശമാണ്. ഈ ചാകര എങ്ങനെ ബാധിക്കുന്നു കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഫുഡ് വെബിനെ ബാധിക്കും, മത്തിയെ ബാധിക്കും, നമ്മുടെ ചാകരയെ ബാധിക്കും. ആ നിലയിൽ മത്സ്യബന്ധന മേഖലയ്ക്ക് തകർച്ച മാത്രമാണ്. ഇതൊക്കെ ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇതിന് ദുരൂഹതകൾ പരിഹരിക്കെടുത്തുള്ളത് ഗവൺമെൻറ്റില്ലേ. അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. രണ്ടാമത്തെ കാര്യം എനിക്ക് കുറച്ചുകൂടി ഗൗരവമുള്ളത്, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ. നമ്മുടെ കപ്പൽ പാത വിഴിഞ്ഞ മരുന്നിന് കപ്പൽ പാത നിർണ്ണയിച്ചു മർച്ചന്റ് ഷിപ്പിംഗ് കോർപ്പറേഷനാണ് തീരുമാനിച്ചത്. അത് കൊല്ലത്തിന് 30 നോട്ടിക്കൽ മൈൽ പറഞ്ഞാൽ കൂടെ പോകുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധന കേന്ദ്രമാണത്. ഏറ്റവും കൂടുതൽ ബോട്ടുകളും വള്ളങ്ങളും മത്സ്യബന്ധനം നടത്തുന്ന സ്ഥലമാണത്. അതിൽ കൂടെ കപ്പൽ പാത പോകുന്നത്. ഞങ്ങളോട് ചോദിച്ചിട്ട് ചെയ്യുന്നത്, കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1000-ഓളം കപ്പലെങ്കിലും മിനിമം തെക്ക് വടക്ക് യാത്ര ചെയ്യും. 2000-ഓളം ബോട്ടുകളും വള്ളങ്ങളും കിഴക്ക് പടിഞ്ഞാറ് യാത്ര ചെയ്യും. എത്ര കപ്പൽ അപകടം 2017 ഉണ്ടാക്കുന്നത്? 10 കപ്പൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര മത്സ്യത്തൊഴിലാളികൾ മരിച്ചിരിക്കുന്നു? അവരങ്ങനെ മരിക്കുന്നു. പിന്നെ വെടിവെച്ചും കൊല്ലും പോരാങ്കിൽ. അതല്ല എൻട്രിക്കൽ എക്സി ഇന്റർനാഷണൽ കോടതിയിൽ നമ്മൾ തോറ്റുപോയില്ലേ? അപ്പോൾ ഞങ്ങളോടൊന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് ആകെയുള്ള എന്താണ്? നിരോധനമാണ്. നാളെ ഞങ്ങൾക്ക് മത്സ്യബന്ധന നിരോധനമാണ്. കഴിഞ്ഞ വർഷം തന്നെ 80 ദിവസം നമുക്ക് നിരോധനം ഉണ്ടായി. ഈ കോവിഡിൻ്റെ കാലത്ത് 100 ദിവസം നിരോധനം ഉണ്ടായി. ഈ നിരോധന കാലത്ത് ഞങ്ങളെ ജീവിക്കും, ഈ പാവങ്ങൾ എങ്ങനെ ജീവിക്കുന്ന ആലോചിച്ചിട്ടുണ്ടോ? ഇന്നലെ നമ്മുടെ ചർച്ചയിൽ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കും. മഴയാണ്, നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത് എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ നിങ്ങൾ അവരെങ്ങനെ ജീവിക്കും എന്ന ചോദ്യം നമ്മൾ കാലാകാലങ്ങൾ ഉയർത്തുന്നതാണ്. ഉത്തരം ഉണ്ടാവുന്നില്ല, മാത്രം ദൗർഭാഗ്യവശാൽ. ഞാൻ എത്താം ശ്രീ അതിൽപ്പിള്ള. ഇവിടെ നമുക്കറിയാം ഈ ദിവസങ്ങളിൽ കനത്ത മഴയാണ്. കാലവർഷം തുടങ്ങിയ 2 ദിവസത്തെ നമ്മൾ കാണുന്നത്, ഈ മണിക്കൂറുകളൊക്കെ നാളെ കാണാൻ പോകുന്നതൊക്കെ പെരുമഴയാണ്, വലിയ കാറ്റാണ്. സ്വാഭാവികമായും കടലിലെ അന്തരീക്ഷം നമ്മൾ കരയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ പ്രക്ഷുബ്ധമാണ്. രക്ഷാപ്രവർത്തനത്തിൽ നമ്മൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു ശ്രീ അതിൽപ്പിള്ള? ഇങ്ങനെയുള്ളൊരു ക്ലൈമറ്റിക് കണ്ടീഷനിൽ സീ ഒരിക്കലും കാം അല്ല. സീ എപ്പോഴും കിടന്ന് ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വെൽസ് വരുമ്പം ആ സീ സർഫേസുള്ള അത് ഷിപ്പായിക്കോട്ടെ എന്തോ ആണെങ്കിലും അത് മേൽപോട്ടും താപ്പോട്ടും ഒരു 3 to 4 മീറ്റേഴ്സ് എപ്പോഴും യോയിങ് ചെയ്യും, പിച്ചിങ്ങും ചെയ്യും. അപ്പോൾ ഒരു ഷിപ്പിനെ അവിടെ സ്റ്റേബിൾ ചെയ്ത് നിർത്തിയിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്ന ഭയങ്കര ഒരു ഡിഫിക്കൾട്ട് മെനുവർ. പക്ഷേ നേവിയുടെ ഷിപ്പും കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പും ഇത് ചെയ്യാൻ വേണ്ടി ട്രെയിൻഡ്. അവരിങ്ങനെയുള്ള ആക്ഷൻസ് ചെയ്തിട്ടുണ്ട് മുമ്പിൽ.
അക്കോർഡിംഗ്ലി അവർ അത് അവിടെ ആക്ഷൻസ് ചെയ്തിട്ട് അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുന്ന സമയത്ത് ഈ ഷിപ്പിൻ്റെ ക്രൂ അല്ലെങ്കിൽ കമാൻഡിങ് ഓഫീസറിന് ആ ഷിപ്പിൻ്റെ സേഫ്റ്റിയും കൂടെ കൺസിഡർ ചെയ്യണം. ബിക്കോസ് അവിടെ ഈ ഷിപ്പിൽ നിന്നുള്ള ഡെബ്രിസും പിന്നെ അതല്ലാതെ അതിൻ്റെ കൂടെയുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ഫ്ലോട്ട് ചെയ്യുമായിരുന്നു. അത് എത്ര കണ്ടെയ്നേഴ്സ് ഉണ്ടോ അതിൻ്റെ ഒരു ഇതില്ല, പക്ഷേ അവർക്ക് കാണാൻ പറ്റി കണ്ടെയ്നേഴ്സ് അവിടെ ഉള്ളത് ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ഷിപ്പിൻ്റെ സേഫ്റ്റി നോക്കി ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്യേണ്ട ഒരു കഴിവ് 3 കമാൻഡിങ് ഓഫീസേഴ്സും, കോസ്റ്റ് ഗാർഡ് ഷിപ്പിൻ്റെയും 2 ഷിപ്പിൻ്റെയും പ്ലസ് നേവിയുടെ ഷിപ്പിൻ്റെയും കമാൻഡിങ് ഓഫീസേഴ്സിൻ്റെ ഒരു സ്കില്ലും ആ ക്രൂവിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ കൊണ്ട് അറ്റ്ലീസ്റ്റ് 100% റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ദാറ്റ്സ് അച്ചീവ്മെന്റ്. ദാറ്റ് വാസ് ദി മെയിൻ ഒബ്ജക്റ്റീവ് ഈ ഓപ്പറേഷൻ്റെ കോസ്റ്റ് ഗാർഡിനും നേവിക്കും. അതിൽപ്പോൾ ഞാൻ താങ്കൾ ഷിരൂർ ദൗത്യവുമായി ആ ദിവസങ്ങൾ താങ്കളുമായി നിരന്തരം സംസാരിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. അന്ന് ഈ പറയുന്ന എന്താണ് ആ ഗംഗാവലി പുഴയ്ക്ക് താഴെയുള്ള ഒഴുക്കിനെ പറ്റിയും അതിൻ്റെ വിലയിരുത്തലെ പറ്റിയൊക്കെ ഏത് രീതിയിൽ ഏത് രീതിയിൽ കണക്കാക്കുന്നു, ഒഴുക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ താങ്കൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെയും രക്ഷാപ്രവർത്തനം നേരിടേണ്ടി വരുന്ന, ശരിയാണ് നമ്മുടെ പൗരന്മാരൊന്നും അല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ നാട്ടിൽ വന്നവരാണ്, അവരുടെ ജീവൻ കാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. പക്ഷെ അതിൽപ്പുള്ള രക്ഷാപ്രവർത്തനത്തിന് നേരിടാനിടയുള്ള വെല്ലുവിളികളെ പറ്റി നേരത്തെ ബോധ്യമുണ്ടായിരുന്നോ? അതിനുള്ള തയ്യാറെടുപ്പ് മുന്നൊരുക്കം ഉണ്ടായിരുന്നോ? കാര്യം സമയം കുറച്ചേ ഉണ്ടായിരുന്നുള്ളല്ലോ. ഞങ്ങൾ ഈ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് തന്നെ ഒബ്ജക്റ്റീവ്സ് വരെ ക്ലിയർ ആയിരുന്നു. ആദ്യം പ്രൈമറി ഒബ്ജക്റ്റീവ് ക്രൂവിനെ രക്ഷപ്പെടുത്തുക, സെക്കൻഡ് ഒബ്ജക്റ്റീവ് പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുക. അപ്പം കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സക്ഷം ഈ ഓപ്പറേഷന് പോകുന്ന സമയത്ത് തന്നെ അവർ പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷനിലാണ് പോയത്. അപ്പോൾ അതിനുള്ള എക്യുപ്മെന്റ്സും കൊണ്ട് അവർ അവിടെ ക്യാരി ഔട്ട് ചെയ്ത്. അവർക്കറിയാം അവർ അവിടെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ബിക്കോസ് ഇനി മുമ്പോട്ട് എന്തോ എന്നുള്ള തിരിച്ച് വന്നിട്ട് ഈ എക്യുപ്മെന്റ്സ് ലോഡ് ചെയ്തിട്ട് പോകുന്ന അത്രയും ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ട് അവർ ആ എക്യുപ്മെന്റ്സും കൊണ്ടാണ് പോയത് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ. അതുകൊണ്ട് പിന്നെ സക്ഷം ആ കോൺഫിഗറേഷനിലുണ്ട്. അത് പോരാതെ തന്നെ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയേഴ്സും പൊല്യൂഷൻ റെസ്പോൺസ് കോൺഫിഗറേഷനിലാണ് പോയിരിക്കുന്നത്. സോ അപ്പോൾ അവർ അവിടെ അനലൈസ് ചെയ്യും, സ്പിൽ എവിടെ ഉണ്ട്, എങ്ങോട്ടാണ് ഫ്ലോ ചെയ്ത് പോകുന്നത്, അതെല്ലാം അവർ അവിടെ അനലൈസ് ചെയ്തിട്ട് അതനുസരിച്ച് അവർ അതിൻ്റെ എക്യുപ്മെൻറ്റ്സും അതിനുള്ള മെറ്റീരിയൽസും ഇതൊക്കെ അവരുടെ അടുത്തുണ്ട്. അവരതിന് ട്രെയിൻഡ്, അവരത് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഏരിയയിലുണ്ട്. ഈ 2 ഷിപ്പ്, കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയൊരു ഷിപ്പൂടെ ഉച്ചയോടെ പോകുന്ന ഞാൻ അറിഞ്ഞത്. അത് ഈ സമയമാകുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ എത്തിക്കാണുക ആ സമയത്ത്. അപ്പോൾ 2 ഷിപ്പ് ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണിയേഴ്സ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക, അനലൈസ് ചെയ്യുക. ഈ കിട്ടുന്ന ഡേറ്റാസ് എല്ലാം നമ്മുടെ വേറെ ഗവൺമെൻറ് ഏജൻസീസിനോടും ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു മൾട്ടി ഏജൻസി ഓപ്പറേഷനായിട്ട് ഇപ്പം നോക്കുകയാണ്. ഓക്കെ, ഞങ്ങൾക്ക് എത്താം. ശ്രീ ബി മധുസൂദനെ കുറിപ്പ്, ഇവിടെ താങ്കൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു കാർസനോജനിക്കായ കാര്യങ്ങൾ ഇതിലുണ്ടാവാം, ഉണ്ട്. PH പോലെയുള്ള ക്യാൻസർ സാധ്യതയുള്ള രാസഘടകങ്ങൾ അതിലുണ്ട്. ഒരുപക്ഷേ മറൈൻ ഗ്യാസ് ഓയിൽ പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് വെള്ളത്തിൽ കലർന്നാൽ ഉണ്ടാകാവുന്ന ഇതിനകത്തൊരു കാർബൈഡ് കണ്ടന്റ് വെള്ളവുമായി ചേർന്ന് തീപിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. ഈ എന്താണ് ഈ പറഞ്ഞ ട്രേസ് മെറ്റൽസ്, കാഡ്മിയം, മെർക്കുറി പോലെയുള്ളവ, നമ്മുടെ കടൽ ജീവികൾ, നമ്മുടെ മത്സ്യസമ്പത്ത്, മാത്രമല്ല നമുക്കറിയാമല്ലോ ശ്രീ മധുസൂദനെ കുറിപ്പ്, നമ്മുടെ തീരദേശ മേഖല എന്ന് പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി അങ്ങേയറ്റം നിൽക്കുന്ന, ഒരുപക്ഷെ ഓരോ 6 കിലോമീറ്റർ, ഓരോ 12 കിലോമീറ്ററൊക്കെ വല്ലാത്ത രീതിയിൽ അതിൻ്റെ വൈവിധ്യമാർന്ന മേഖലയാണ്. അപ്പോൾ ഇത് കുറച്ച് പ്രശ്നമാണോ സാർ? തീർച്ചയായിട്ടും വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഒരു കാരണവശാലും കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ തീരപ്രദേശത്ത് താങ്ങാനാവാത്ത ഒരു പ്രത്യാഘാതമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം കേരളത്തിലെ 590 കിലോമീറ്റർ നീളമുള്ള നമ്മുടെ തീരപ്രദേശത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പം നമ്മളിതിൻ്റെ സാമ്പത്തിക വിശകലനം ചെയ്താൽ തന്നെ വിദേശ നാണ്യം ഏകദേശം 9 കോടി രൂപയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആഭ്യന്തര വിപണിയിൽ 1 ലക്ഷം കോടിയിൽ പരം രൂപയാണ് മത്സ്യമേഖല സംഭാവന ചെയ്യുന്നത്. 10 ലക്ഷം മത്സ്യത്തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനം മാത്രമാണ്, മറ്റൊരു തരത്തിലുള്ള വരവും അവർക്കില്ല. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മൾ സമഗ്രമായിട്ട് പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വന്ന ദുരന്തം തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളെ ബാധിക്കും, അവരുടെ ഉപജീവനത്തെ ബാധിക്കും, മത്സ്യ ഉൽപ്പാദനത്തിന് ബാധിക്കും. കാരണം ഉൽപ്പാദനത്തെന്ന് വെച്ചാൽ ഇത് നിലവിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കലർന്ന വെള്ളത്തിൽ അതിൻ്റെ മത്സ്യത്തിൻ്റെ ലാർവി, എഗ്ഗ് ഇതെല്ലാം പൂർണ്ണമായിട്ട് നശിക്കും. മത്സ്യത്തിൻ്റെ ഉൽപ്പാദനശേഷി കുറയും. മത്സ്യത്തിൻ്റെ റെസ്പിറേറ്ററി
ഇമ്പാക്റ്റ് ഉണ്ടാകും. അങ്ങനെ ഒട്ടനവധി ബയോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ഓയിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കലവറയാണ് കേരളത്തിൻ്റെ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ. മറ്റൊരു രാജ്യത്തിനും മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലുള്ള വൈവിധ്യമാർന്ന മത്സ്യങ്ങളും ചെമ്മീനുകളും ഞണ്ടുകളും അതോടൊപ്പം തന്നെ നമ്മുടെ കണവ, കൂന്തൽ എല്ലാ വിഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 300 പരം മത്സ്യങ്ങളാണ് നമ്മുടെ 590 കിലോമീറ്റർ സ്ട്രെച്ചിലുള്ളത്. അതോടൊപ്പം തന്നെ 20 താങ്കൾ പറയുന്ന വസ്തുതകളാണ്. പക്ഷേ വസ്തുതകൾ പറയുമ്പോഴും ശ്രീ ചാൾസ് ജോർജ് പ്രതികരിക്കുന്ന ഒരു വലിയ ജനതയും വലിയ ചങ്കിടിപ്പിലാണ്. അവരുടെ അന്നമാണല്ലോ. ഒന്നാമത് പെരുമഴ സമയത്ത് ഇപ്പോൾ മീൻ പിടിക്കാൻ പോയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുന്നവരാണ്. അതോടൊപ്പം ഈ പറയുന്ന രാസവസ്തുക്കൾ കലരുന്ന മീൻ എന്നൊക്കെ പറയുമ്പോൾ അത് ഏതളവിൽ നമ്മൾ ആശങ്കപ്പെടണം? ശ്രീ മസൂദൻ കുറുപ്പ്, ആശങ്ക വേണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഏതളവിൽ നമ്മൾ ആശങ്കപ്പെടണം? ആശങ്കയ്ക്ക് വകയുണ്ട്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളെയാണ്. കാരണം മത്സ്യം പിന്നെ കഴിക്കാൻ ആൾക്കാർ മുന്നോട്ട് വരാത്തൊരവസ്ഥയുണ്ടാവും. മത്സ്യത്തിന് വിലയുണ്ടാവില്ല, മത്സ്യത്തിന് മാർക്കറ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള വലിയ പ്രത്യാഘാതങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നിരുന്നാലും ആൾക്കാരുടെ ആ ഉൾഭയം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇത് സാധ്യമാണ്, ഈ കാര്യങ്ങളൊക്കെ സാധ്യമാണ്. ഇപ്പോൾ നമുക്ക് തെളിയിക്കാനൊന്നും കാര്യമില്ല, കയ്യിലില്ല. എന്നാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ വളരെ മോശമായിരിക്കും, വളരെ ഗുരുതരാവസ്ഥയായിരിക്കും. അവർക്ക് അവരുടെ ജീവിത മാർഗം ഇല്ലാതാവും. നിത്യോപതിയായിട്ട് കിട്ടുന്ന ഈ പറഞ്ഞ മത്സ്യത്തിൽ നിന്ന് കിട്ടുന്ന ജീവനോപാധി തീർച്ചയായിട്ടും നഷ്ടപ്പെടുന്ന ഒരു അവസരം ഉണ്ടാവും. അത് ഈ കമ്മ്യൂണിറ്റിയെ മൊത്തമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അത് നമുക്ക് മറക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ല. അപ്പൊ രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ആഘാതം ഏതുവരെ ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ ഇമ്പാക്റ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ HSD ആയാലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഓയിലായാലും അതിൻ്റെ സ്പ്രെഡ് വന്നു കഴിഞ്ഞു. അതോടനുബന്ധിച്ച് മറ്റ് വസ്തുക്കളും ഉണ്ടെന്ന് കേൾക്കുന്നു. അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇത് എത്ര ദൂരം വരെ ഇത് പോകുമെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഈ എണ്ണപ്പാട് തന്നെ നമ്മളെടുക്കാം. അത് കൃത്യമായിട്ടും അത് എത്രമാത്രം സ്പ്രെഡ് ചെയ്യും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് മുഖ്യമായിട്ടും നമ്മുടെ കാറ്റിൻ്റെ ഗതി, നീരൊഴുക്കിൻ്റെ ഗതി, അങ്ങനെ ഒട്ടനവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇത് ഏതെല്ലാം പ്രദേശങ്ങളിൽ പോകും. കേരളത്തിൻ്റെ തീരത്ത് മൊത്തം സ്പ്രെഡ് ചെയ്യുമോ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീക്കുമോ, അല്ലെങ്കിൽ ശ്രീലങ്കൻ വാട്ടേഴ്സിലേക്ക് പോകുമോ, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, ആ കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ നാഷണൽ പ്രശ്നമായിട്ട് മാറും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കോൺസിക്വൻസ്. അപ്പോൾ ഈ വിഷയം സമഗ്രമായിട്ട് പഠിച്ചിട്ട് തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻ നടപടികൾ ഉണ്ടാവേണ്ടതാണ്. മാത്രമല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മുടെ ചർച്ചയിൽ അത് ഉണ്ടാവും, നമ്മുടെ സർവൈലൻസിൽ ഉണ്ടാവും. ഞാൻ അങ്ങനെയൊക്കെ എത്താം. പക്ഷേ അഭിലാഷ് ടോമി, ഇവിടെ എന്താണ് ഒരു 3-4 മണിക്കൂർ മുൻപ് തന്നെ ഈ പറഞ്ഞ 2 നോട്ടിക്കൽ മൈൽ അകലത്തിലേക്ക്, ഈ ഏകദേശം 4 കിലോമീറ്റർ അകലത്തിലേക്ക് ഈ എണ്ണപ്പടർച്ച ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇപ്പോഴത് 8-10 കിലോമീറ്റർ ആയിട്ടുണ്ടാവണം. കാരണം അത്രത്തോളം വലിയ കാറ്റും ഈ പറയുന്ന കടലിൻ്റെ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോഴും നമുക്കറിയില്ല അഭിലാഷ് ടോമി എന്താണ് ഈ സാധനം എന്നുള്ള കാര്യം. അന്വേഷിക്കുമ്പോൾ ലോകത്ത് ഒരു പോർട്ടിലും വരുന്ന കപ്പലിലും ലാസ്റ്റ് പോർട്ടിനോട് ഇതെന്താണെന്ന് കൺവേ ചെയ്യാറില്ല. അങ്ങനെ കൺവേ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. അതിനകത്ത് എന്താണെന്ന് നമുക്കറിയില്ല. ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എക്സ്പ്ലോസീവ്, കോൾഡ്, ഗ്ലാസ് എന്നൊക്കെയുള്ള ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ലോ സൾഫർ ഓയിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ പല സാധനങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അത് ശരിയാണോ ശ്രീ അഭിലാഷ് ടോമി? ഞാൻ പറയുന്നത് നോംസ് ഒക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ ഈ ഒരു ആശങ്കയുടെ അന്തരീക്ഷത്തിൽ എന്താണ് എന്നറിയാനുള്ള അവകാശം നമുക്കില്ലേ ശ്രീ അഭിലാഷ് ടോമി? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കറിയത്തില്ല, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല എന്നാ ഇവർ ഡിക്ലെയർ ചെയ്യുന്നത്. ബിക്കോസ് ഐ ഹവ് നെവർ ബീൻ എ പാർട്ട് ഓഫ് മെർച്ചന്റ് നേവി ഓപ്പറേഷൻസ്. പക്ഷേ ലോ സൾഫർ ഓയിൽ എന്ന് പറയുന്ന ലോകത്തിൽ എല്ലാ ഷിപ്പും ഉപയോഗിക്കുന്ന ഒരു ഓയിലാണ്. ലോ സൾഫർ, ഹൈ ഫ്ലാഷ്, ഹൈ സ്പീഡ് ഡീസൽ എന്ന് പറയും. അല്ലെങ്കിൽ മിനിമം ലോ സൾഫർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് പണ്ട് കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഒക്കെ കുറയ്ക്കാനായിട്ട്. അതൊരു ഹൈ ക്വാളിറ്റി ഫ്യൂലാണ്. അതൊരു വലിയ സംഭവമാണെന്നും പറഞ്ഞ് കാണിക്കേണ്ട ആവശ്യമില്ല. ശ്രീ അഭിലാഷ് ടോമി, താങ്കളുടെ ദീർഘമായ കടലനുഭവത്തിൽ നമ്മൾ തിരയുമ്പോൾ ഫിലിപ്പൈൻസിലുണ്ടായ ഒരു എണ്ണച്ചോർച്ചയെ പറ്റിയൊക്കെ കാര്യമായി ഉള്ളൂ. താങ്കളുടെ കടലനുഭവത്തിൽ ഇത്തരത്തിൽ കപ്പൽ പൂർണ്ണമായി മുങ്ങുകയും അതിലെ ഓയിൽ ഇങ്ങനെ സ്പെല്ല് ചെയ്യുകയും ചെയ്യുന്ന ഒരു അനുഭവം, അറിവുണ്ടോ താങ്കൾക്ക് ശ്രീ അഭിലാഷ് ടോമി? പേഴ്സണലി അങ്ങനത്തെ അനുഭവമില്ല. പക്ഷെ ഞാനൊരു പ്രാവശ്യം ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നിന്ന് സെയിൽ ചെയ്ത് കേപ്പ് ടൗണിലോട്ട് വരുമായിരുന്നു. ആ സമയത്ത് സൗത്ത് അറ്റ്ലാന്റിക്കിൽ ഒരു വലിയ സ്റ്റോം വന്നിട്ട് 2-3 ഷിപ്പിന്റെ
കുറെ കണ്ടെയ്നേഴ്സ് വെള്ളത്തിൽ പോയിരുന്നു. അപ്പൊ അതിന്റെ ഞങ്ങൾക്ക് ഒരു വാർണിംഗ് കിട്ടിയായിരുന്നു, ആ ഏരിയ കൂടെ പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട്. ഇത് ഈ കണ്ടെയ്നറൊക്കെ വെള്ളത്തിൽ വീഴുന്ന വളരെ സാധാരണ ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഈ കണ്ടെയ്നറിനകത്ത് എന്നാണ് പിന്നെ ആ കാർഗോ ആരാണോ അയച്ചിരിക്കുന്നത് അവർ തന്നെ ഇൻഷുറൻസ് എടുക്കേണ്ടതാണ് സാധാരണ. പക്ഷെ ഇങ്ങനെ ഇത്രയും കരയ്ക്കടുത്ത് ഇത്രയും ഒരു നോർമൽ കാമല്ല ഒരു മോഡറേറ്റ് വെതറിൽ ഷിപ്പ് ഇങ്ങനെ ചെരിഞ്ഞ് കണ്ടെയ്നർ പോവുക, ഷിപ്പ് പോവുക എന്നൊക്കെ കേൾക്കുന്ന ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്ന ഏതാണ്ട് പറ്റിയിട്ട് ഷിപ്പിനകത്ത് ഫ്ലഡിങ് വന്നിട്ടുണ്ട്, അത് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന്. ഉറപ്പായും കുറച്ചുകൂടി ആധികാരികമായി പക്ഷേ വിവേക് രാമനാഥിന് പറയാൻ കഴിയും. വിവേക് രാമനാഥ്, ഇത് ഇങ്ങനെ ആദ്യം 20% ചെരിഞ്ഞിപ്പോൾ അതിലെടുത്ത് പറയേണ്ടത് 24 ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തി, 3 പേർ അതിൽ തന്നെ തുടരുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ കപ്പലിനെ നേരെയാക്കി എടുക്കുക എന്നുള്ള തീവ്ര ശ്രമമായിരുന്നു അവരുടെ ശ്രമം. അത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് അങ്ങ് മുങ്ങല്ല, ഇത് പതിയെ പതിയെ ചരിഞ്ഞ് വെള്ളം കയറി പൂർണ്ണാർത്ഥത്തിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ്. അത് സ്വാഭാവികമാണോ ശ്രീ വിവേക് രാമനാഥ്? അല്ല, ഒരു കപ്പൽ മുങ്ങുമ്പോൾ ഇതൊരു വലിയ കപ്പലാണല്ലോ, 184 മീറ്ററോളം നീളമുള്ള കപ്പലാണ്. അപ്പോൾ അതിനകത്ത് പല കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതായത് ഇതിനകത്ത് ടാങ്ക്സ് ഉണ്ടാവും, ഇതിനകത്ത് ഈ കണ്ടെയ്നറുകൾ ക്യാരി ചെയ്യുന്നതിന് ഹോൾഡ് എന്നാണ് പറയുന്നത്, ആ ഹോൾഡുകളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തമ്മിൽ ഉള്ള ഡിവിഷൻ വാട്ടർ ടൈറ്റാണ്. അപ്പോൾ ഒന്നിൽ എങ്ങാനും വെള്ളം കയറിയാൽ തന്നെ മറ്റതിലേക്ക് അത് പോകാതിരിക്കാനാണ് അത് വാട്ടർ ടൈറ്റാക്കി വെക്കുന്നത്. അപ്പോൾ മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പോലും അത് ഒരുമിച്ച് മുങ്ങുകയല്ല, അത് ഘട്ടം ഘട്ടമായി വെള്ളം വന്നിട്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാകുക. ഈ 21 പേരാണ് ആദ്യം രക്ഷപ്പെടുത്തിയത്. 3 പേര് ഞാൻ മനസ്സിലാക്കിയത് അവർ 3 പേരെയും കപ്പലിൽ മാക്സിമം അത് കൺട്രോൾ ചെയ്ത് മുങ്ങാതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സീനിയറായിട്ടുള്ള ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറൊക്കെയാണ് ഷിപ്പിലുണ്ടായിരുന്നത്. മുങ്ങുന്നതിന് മുമ്പായിട്ട് അവരെയും രക്ഷപ്പെടുത്തി, നേവിയുടെ ഷിപ്പ് അവരെ രക്ഷപ്പെടുത്തി എന്നാണ് വായിച്ച് മനസ്സിലായത്. അപ്പോൾ ഇത് ഒരു ക്യാപ്സൈസിങ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വളരെ ഒരു ടൈം എടുത്ത്, അത് എത്രത്തോളം സമയമെടുക്കുമെന്നുള്ളത് അതുപോലെ തന്നെ ഡിസൈനും അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ അത് തുടങ്ങി എന്നുള്ളതൊരു കാര്യമാണ്, നമുക്കറിയില്ല. എങ്ങനെ അത് പ്രോഗ്രസ് ചെയ്തു, എങ്ങനെ അത് ഫൈനലി അത് എവിടെ എത്തി എന്നുള്ളതാണ്. 26 ഡിഗ്രിയോളം ചെരിഞ്ഞു എന്നുള്ളതാണ് അവസാനമായിട്ട് കേട്ടത്. അതിനുശേഷമാണ് അത് മുങ്ങി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടത്. ഓക്കെ വിവേക്, എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് സംസ്ഥാനത്ത് മഴ കനക്കുന്നു എന്ന കാര്യം കൂടിയുണ്ട്. കാലവർഷക്കെടുതിയിൽ ഇന്ന് 6 മരണമാണ് ഉണ്ടായത്. ഇന്നും നാളെയും അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഒരുപാട് പ്രേക്ഷകർ നാളെ അവധിയുടെ കാര്യം ചോദിക്കുന്നു, സ്വാഭാവികമാണ്. അവധിയുള്ള റെഡ് അലർട്ടുള്ള പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്. എന്നോട് പറഞ്ഞാൽ പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അജീഷ് ജയകുമാർ ചേർന്ന് തിരുവനന്തപുരം. അജീഷ്, നാളെ 11 ജില്ലകളാണ് റെഡ് അലർട്ട്. എനിക്ക് തോന്നുന്നു ഈ പീക്കിൽ ഒരുപക്ഷെ ഈ സ്പെല്ലിലെ ഏറ്റവും കനത്ത മഴ പെയ്യുന്ന ഒരു ദിവസമായി നാളെ ആണ് എന്നതാണ് കരുതപ്പെടുന്നത്. എന്തൊക്കെയാണ് കരുതൽ, എന്തൊക്കെയാണ് മുന്നറിയിപ്പ് അജീഷ്? ചാൾസ് ജോർജ്, ആദ്യം മുതൽ വരുന്ന മുന്നറിയിപ്പ് എന്താണ്? നമ്മൾ ഈ പറഞ്ഞ തീരത്തെ കടക്കുന്നതിൽ നമ്മുടെ കൗതുകത്തിന് തൊട്ടുപോകരുത് എന്ന ഏറ്റവും ഒടുവിൽ വരുന്ന മുന്നറിയിപ്പിലും അതുതന്നെയാണ്. എന്താണ്? ദ പബ്ലിക് is strongly advised not to approach or interact with any floating or beached containers or debris as they may contain dangerous substance എന്ന് പറയുന്നതല്ലാതെ ഇപ്പോഴും ഇത്തരം ദിവസമായി മണിക്കൂർ ഉത്തരമായിട്ടും വ്യക്തതയില്ല. നമ്മൾ ആ ജനത ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട്. ശ്രീ ചാൾസ് ജോർജ്, എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചും അത് ഏതൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെക്കുറിച്ചും അത് ഈ പറഞ്ഞ രീതിയിൽ തൊട്ടാൽ സംഭവിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചും കുറച്ചുകൂടി അറിയാൻ അവർക്ക് അർഹതയുണ്ട്. ശ്രീ ചാൾസ് ജോർജ്. ഞങ്ങൾക്ക് അർഹതയുണ്ട് സാർ. മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ഇത് വെട്ടി വിളിച്ചു പോകുന്ന വണ്ടിക്കാർക്കും അർഹതയുണ്ട്. ഞാൻ സംശയിക്കുന്നൊരു കാര്യം പറയട്ടെ. നമുക്കറിയാം, സോമാലിയയുടെ വിഷയം അറിയാമല്ലോ. അമേരിക്കയുടെ ആണവ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അവിടെയാണ്. അവിടെ ഈ വിഷയം തുടങ്ങുമ്പോൾ സമയത്ത് അമേരിക്ക അവർ കടലക്കൊള്ളക്കാരാകുന്നതിന് മുൻപ് എന്നതുപോലെ കേരളത്തെയോ തമിഴ്നാടിനെയോ ഒരു ഡംപിങ് ഹൗസാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവർ. എന്താ കൊണ്ടുവരും ഞങ്ങൾ അറിയണ്ടേ? ഞങ്ങൾ ചുമന്നിട്ട് പോകുന്നവരല്ലേ. പിന്നെ കടപ്പുറത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. ഈ പ്രദേശം എന്ന് പറയുന്നത് ലോകത്ത്, ഇന്ത്യയിലല്ല, ലോകത്ത് ഒരേ ഒരു സ്ഥലത്തെ ചാകരയുള്ളൂ, അത് കേരളത്തിൽ മാത്രമാണ്. ആ ചാകരയെ എങ്ങനെ ബാധിക്കുന്നവർ ആലോചിച്ചിട്ടുണ്ടോ? ചാകര യഥാർത്ഥത്തിൽ ഇപ്പോൾ കുറച്ചാളില്ലാണ്ടിരിക്കുകയാണ്. അത് വരുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനൊക്കെ തടസ്സപ്പെടുത്തില്ല ഈ ഓയിൽ സ്പില്ലേജ്. ഓയിൽ മാത്രം എടുത്താൽ പോലും. 3, കൊയിലോൺ ബാങ്ക്. കൊയിലോൺ ബാങ്കിൽ കൊണ്ട് വരുന്നത്, കൊയിലോൺ ബാങ്കിലൂടെ നിങ്ങൾ കപ്പൽ പാത ഉണ്ടാക്കി ഞങ്ങൾ ചോദിച്ചോ? ഞങ്ങൾക്കൊരു തരത്തിൽ രക്ഷയില്ലല്ലോ.
മാത്രമല്ല ആകാശത്ത് മേഘം വരുമ്പോൾ തന്നെ മത്സ്യബന്ധന നിരോധനമാണ്. ഈ വർഷം എത്ര ദിവസം നിരോധനം വന്നു, ഇനി എത്ര ദിവസം വരാൻ കിടക്കുന്നു. ഞങ്ങൾ അവിടെ പോയി മീൻ പിടിക്കും. കൊച്ചിയിലാണെങ്കിൽ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, നേവൽ എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, നേവി ഉണ്ട്, എൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, കോസ്റ്റൽ പോലീസ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട് പിടിക്കാനായിട്ട്, കടയിൽ പോകുന്നതിനെ പിടിക്കാൻ. ഞങ്ങൾക്കാണ് ഇപ്പോഴേ കുറച്ച് മീൻ കിട്ടുന്നത്, കുറച്ച് വലിപ്പമുള്ള ചാള ഇപ്പോഴാണ് കിട്ടിയേക്കുന്നത്. 12 വർഷമായിട്ട് ചാള അപ്രത്യക്ഷമായ ഒരു സംസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ചാളിലാണ് നമ്മളെങ്ങനെ ജീവിക്കും, മത്തിയിലാണ് എങ്ങനെ ജീവിക്കും, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു മോണോക്രോപ്പാണ് മത്തി, അത് തകർന്നു പോയില്ലേ, അത് തിരിച്ചു വന്നു തുടങ്ങിയേക്കാണ് സമയമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കാലവർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുരിതകാലമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു സമ്പന്ന കാലമാണ്. ആ സമയത്ത് മീൻ പിടിക്കാൻ പോകണ്ടേ, മീൻ പിടിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു അപകടം കൂടി വന്നിരിക്കുകയാണ്. കപ്പൽ മുങ്ങുന്നു, അങ്ങോട്ട് പോകരുത്, തുടരുത്, കിസ് ചെയ്യരുത്, എന്താ പറയുന്നത്? അപ്പോൾ എങ്ങനെ ജീവിക്കും? ഞാൻ ചോദിക്കട്ടെ, ഈ കപ്പൽ കമ്പനി ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരുമോ? കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവർ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണം. അത് കപ്പൽ കമ്പനി, അത് ആർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? കപ്പൽ തൊഴിലാളികൾക്കല്ല, മത്സ്യത്തൊഴിലാളികൾക്കാണ് കൊടുക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എൻട്രിക്കൽ എക്തി ഉണ്ടായല്ലോ, നഷ്ടപരിഹാരം കിട്ടിയില്ലേ? 2 കോടി നഷ്ടപരിഹാരം കിട്ടി. എത്ര വർഷം കേസ് നടന്നു? ഒരു ദേശീയ അപമാനം നമ്മൾ സംഭവിച്ചില്ലേ? ഇന്റർനാഷണൽ കോടതി വരെ പോയിട്ട് നമ്മൾ ഒരു തുന്നമ്പാടിയില്ലേ? രാജ്യത്തിൻ്റെ ദേശാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പോയില്ലേ? ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? അതിനായിട്ട് എത്ര അപകടം സംഭവിച്ചു? എൻട്രിക്കൽ എക്സി, പ്രഭുദയ, എത്ര കപ്പൽ അപകടം ഉണ്ടായി? പല കപ്പലും ഇടിച്ചത് നിർത്താണ്ട് പോവുകയാണ് ഇവിടെ കൂടി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പോകുന്നത് കിഴക്ക് പടിഞ്ഞാറാണ്, കപ്പൽ പോകുന്നത് തെക്ക് വടക്കാണ്. കൂട്ടിയിടിയുടെ കേന്ദ്രമായിട്ട് മാറുകയാണ്. കൂട്ടിയിടി, കപ്പൽ അപകടം, മുങ്ങി മരണം, ഇങ്ങനെ ഒരു ആത്മഹത്യ മുന്നമായിട്ട് കേരളം മാറുകയാണ്. അത് കടലിലെ കാര്യം. കടപ്പുറത്ത് നമുക്ക് രക്ഷയില്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് വലിയ പദ്ധതികൾ വരികയാണല്ലോ ഇപ്പോൾ. 2000 കിലോമീറ്റർ തീരദേശ റോഡ്, പിന്നെ 12 തീരദേശ കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് സോണുകൾ, 12 കോസ്റ്റൽ ടൂർ സർക്യൂട്ടുകൾ, കപ്പൽ പൊളിശാല, കപ്പൽ നിർമ്മാണശാല, 7 തുറമുഖങ്ങൾ. ആ തുറമുഖങ്ങൾ ഒന്നാണ് വിഴിഞ്ഞംകൂടി. ഇന്ത്യയിൽ 7 തുറമുഖങ്ങൾ വരികയാണ്. ഇതൊക്കെ അദാനിക്കാണ് കിട്ടുന്നത്. അദാനിക്ക് എൻ്റെ റോൾ എന്താണ്? അപ്പോൾ അതുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിഴിഞ്ഞത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷേ വിഴിഞ്ഞം വരെ വന്നത് നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ചിലവില്ലായിരുന്നു ഓർക്കണം. ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പിന്തള്ളപ്പെട്ടു പോയ, അകന്നെ കൂടി തള്ളപ്പെട്ടൊരു ജനതയാണ്. അവരുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല. കടപ്പുറത്ത് ഇങ്ങനെ ആരും കേൾക്കില്ല, മൈൻഡ് ചെയ്യില്ലല്ലോ. ആ സമയത്ത് മലയോരത്തുണ്ടായ ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ. കടപ്പുറത്ത് ജനങ്ങളെ ആരും ശ്രദ്ധിക്കാത്തൊരവസ്ഥ വരുന്നത് ഇത് അപമാനകരമാണ്, അംഗീകരിക്കാനാവാത്ത ഒരു കാര്യമാണ്. ശരി, താങ്കളുടെ വികാരമാണ് പറയുന്നത്, അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു. പക്ഷേ അതിൽപ്പിള്ള ഇവിടെ താങ്കളോട് നേർക്കുന്നവർ ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ കൂടിയും ഈ തീരത്ത് ആശങ്കയുടെ സാഹചര്യം എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഈ പറയുന്ന സഞ്ചാരത്തിൽ, കപ്പൽ സഞ്ചാരത്തിലടക്കം എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ജാഗ്രത സ്വീകരിക്കണമെന്നാണ് അങ്ങയുടെ ഒരു ധാരണ ശ്രീ അതിൽപ്പിള്ള? ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം അവിടെ ഈ കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്ന അതിൻ്റെ വെതർ, അതിൽ കറണ്ട് പ്ലേ ചെയ്യും ഒരു ഫാക്ടർ, വിൻഡ് ഒരു ഫാക്ടർ പ്ലേ ചെയ്യും. അതിനകത്ത് ആ കണ്ടെയ്നറിനകത്ത് എന്തോ ഉള്ള സാധനം, അത് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏത് കണ്ടെയ്നർ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ചില കണ്ടെയ്നേഴ്സ് ചിലപ്പം തീരത്തിനടുത്തോട്ട് അടുക്കാം, ചിലത് വേണമെങ്കിൽ അവിടെ തന്നെ സിങ്കായി പോയി കാണാം, ചിലത് ഫ്ലോട്ട് ചെയ്യും. സോ ഇത്ര ഒരു സമയത്ത് ഈ ടിൽ ദ ടൈം ഇങ്ങനൊരു ഇത് വരുന്നത് ഒരു കോഷൻ എക്സസൈസ്, അത് ഫിഷർമാൻ ആയിക്കോട്ടെ, അത് മെർച്ചന്റ് ഷിപ്പ് ആയിക്കോട്ടെ, ഓൾറെഡി അതിനുള്ള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ അതിനുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെ കണ്ടെയ്നേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്നുള്ള റെസ്പെക്റ്റീവ് പോലീസ് സ്റ്റേഷനിലോ ഏജൻസീസിനോടോ ഒക്കെ കോസ്റ്റൽ പോലീസിനോടോ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ അതിനായിട്ടുള്ള എക്സ്പേർട്സ് വന്നിട്ട് അത് അനലൈസ് ചെയ്തിട്ട് അവർ അതിനെ മാറ്റാനുള്ള എന്നുള്ള പരിപാടി നോക്കും. ഓക്കെ സാർ. ഷിബി മസൂദർക്ക് ഇപ്പോൾ ഇവിടെ എണ്ണപ്പടർച്ച ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. നമുക്കത് എന്താണ് ദൃഷ്ടിയിൽ കാണാനും കഴിയുന്നുണ്ട് ചെറിയ മേഖലയിൽ. അത് പക്ഷേ അത് കൂടുതൽ മേഖലകളിലേക്ക് പടരുമോ എന്ന കാര്യമൊക്കെ നേരത്തെ ശ്രീ അതിൽപ്പിള്ള പറയുന്നത് പോലെ നമ്മുടെ കാലാവസ്ഥ നോക്കി, കാറ്റിൻ്റെ ഗതി നോക്കിയൊക്കെ തീരുമാനിക്കണം. പക്ഷേ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എണ്ണപ്പാട പെട്ടെന്നില്ലാതെ പോകുന്ന ഒന്നല്ല. അത് വന്ന് നമ്മുടെ തീരത്തണയുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ അത് വന്ന് തീരത്തണയുകയാണെങ്കിൽ, അത് വെള്ളത്തിലേക്ക് ഊർന്നിറങ്ങുകയാണെങ്കിൽ ഏതേത് തലങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രീ ബി മസൂദിനെ കുറിപ്പ്? അല്ല, അങ്ങനെ ഒരു സ്ഥലം നമുക്ക് ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എവിടെയും എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ പ്രശ്നം ഉണ്ടാവാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ കാറ്റിൻ്റെ ഗതിയും നമ്മുടെ കറൻസിൻ്റെ ഡയറക്ഷനും നീരൊഴുക്കിൻ്റെ ഡയറക്ഷനും ഒക്കെ ബേസ് ചെയ്തിട്ട് ഇത് ഏത് ദിശയിൽ എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റാണ് നമുക്ക് ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ നമുക്ക് ഷോർട്ട് ടേം ലോങ് ടേം മെഷേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ കടലിൽ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം. ഈ എണ്ണപ്പാടയുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ എണ്ണ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ അതിനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ
ലഭ്യമാണെന്നാണ് അറിയാൻ സാധിച്ചത്. ചില കെമിക്കൽസ് സ്പ്രേ ചെയ്താൽ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ മറ്റ് മെത്തേഡായിട്ടുള്ള ഓയിൽ ബൂംസ്, കൂടാതെ സ്കിമ്മേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാം. ഇതെല്ലാം നമുക്ക് ലഭ്യമാണ് ഡീറ്റെയിൽസ്. അല്ല സാർ, ഇതിൽ 13 ഹസാർഡസ് ഡേഞ്ചറസ് ഗുഡ്സ് ആണ്. അതിൽ കാൽസ്യം കാർബൈഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് റിയാക്ട്സ് വയലന്റ്ലി വിത്ത് വാട്ടർ ടു റിലീസ് ഹൈലി ഫ്ലൈമബിൾ അസറ്റിലിൻ ഗ്യാസ് എന്നൊക്കെയുള്ള സാഹചര്യം അതിലുണ്ട്. ശ്രീ ബി മസൂദ് കുറുപ്പ്, അത് ഏറ്റവും മാരകമായിട്ടുള്ളൊരു സംഭവമാണ് ഈ പറഞ്ഞ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്നത്. കാരണം അത് സീ വാട്ടറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞ അസറ്റിലിൻ ഗ്യാസ് റിലീസ് ചെയ്യും. ദാറ്റ്സ് ഹൈലി ഇൻഫ്ലേമബിൾ ഗ്യാസ്, പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്യാസാണ്. അപ്പോൾ അത് കൊണ്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കപ്പൽ തന്നെ പൊട്ടിത്തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കപ്പലിൽ നിന്ന് താഴ്ന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാലും കപ്പൽ പൊട്ടിത്തെറിക്കും, അതുണ്ടാകുന്ന അപകടങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പം അത് ഒരു മറ്റൊരു മഹാവിപത്തായിട്ട് മാറാൻ സാധ്യതയുള്ള സംഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ അസറ്റിലിൻ വെള്ളത്തിൽ കലർന്നാലും വളരെ മാരകമായിട്ടുള്ള വിഷം ഉണ്ടാകും. അതും ജീവജാലങ്ങൾക്ക് വളരെ മാരകമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നശിപ്പിക്കുന്ന മറ്റൊരു പ്രതിഭാസമാണ്. അപ്പോൾ അതിനും നമ്മൾ മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിത് കണ്ടെയ്ൻ ചെയ്യാനുള്ള ചില മെക്കാനിസംസ് ലഭ്യമാണ്. ഉദാഹരണത്തിനായിട്ട് സോർബൻസിൻ്റെ യൂസ്, സ്പഞ്ച് ലൈക്ക് മെറ്റീരിയൽ വെച്ചിട്ട് ഇത് ഒപ്പിയെടുക്കുക, രണ്ടാമത് സ്കിം ചെയ്തെടുക്കുക. ഇതൊക്കെ പല രാജ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ബയോ റെമഡിയേഷൻ, നമുക്ക് ഈ ഓയിലിനെ ബാക്ടീരിയ ഉപയോഗിച്ചതിൻ്റെ കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും ബയോ റെമഡിയേഷൻ പ്രോസസ്സ് വെച്ചിട്ട്. കെമിക്കൽ സ്പ്രേയിങ് അത് ഒരു മറ്റൊരു മെത്തേഡാണ്. തീർച്ചയായിട്ടും ഈ ഉടമസ്ഥരായിട്ടുള്ള കമ്പനികൾ ഇത്തരത്തിലുള്ള അമിലിയറേറ്റീവ് മെഷേഴ്സ്, അതായത് എങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാം, എങ്ങനെ ജീവജാലങ്ങളുടെ ഇതിൻ്റെ ആഘാതം കുറയ്ക്കാൻ പറ്റും, അതിനുള്ള അടിയന്തര നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കേണ്ടതാണ്. കാരണം അത് ഓരോ ദിവസം വെള്ളത്തിൽ കൂടുതൽ പ്രദേശത്തേക്ക് പോകുമ്പോൾ അത്രത്തോളം ആഘാതമാണ് നമ്മുടെ ജീവജാലങ്ങൾക്ക്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് നമ്മുടെ ഈ കമ്പനിയുടെ ഉടമ അടിയന്തരമായിട്ട് ഏറ്റെടുക്കേണ്ടതാണ്. അതിന് കേരള സർക്കാർ വേണ്ടത്ര നടപടി ഉണ്ടാകണം എന്നൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ശബരിലാഷ്ടമി, ഒരു നാവികൻ എന്ന നിലയ്ക്ക് കൂടി ഇപ്പോൾ ഇതിൽ 24 പേരുണ്ടായിരുന്നു. അതിൽ 21 പേരെയും രക്ഷപ്പെടുത്തി. ഇതിൻ്റെ ക്യാപ്റ്റൻ അടക്കം, അല്ലെങ്കിൽ മാസ്റ്റർ അടക്കം ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന കപ്പലിനെ നേരെയാക്കാൻ അവരെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി ശ്രമങ്ങൾ നടത്തി. അവസാന നിമിഷമാണ് അവരും ഈ 3 പേർ കൂടി കയറി വരുന്നത്. അപ്പോൾ അതിൻ്റെ രീതി അങ്ങനെ ആവുമല്ലേ എന്ന് പറഞ്ഞാൽ, കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ കപ്പലിനെ സേവ് ചെയ്യാൻ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് 3 ടോപ്പ് 3 ആൾക്കാരെങ്കിലും പരമാവധി ശ്രമത്തിനൊടുവിലെ കീഴടങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ ശബരിലാഷ്ടമി? അത് ക്യാപ്റ്റൻ ആ സമയത്ത് എടുത്തൊരു ഡിസിഷൻ ആയിരിക്കും. ക്യാപ്റ്റന് കുറച്ച് ഹെൽപ്പ് വേണ്ടി വന്നായിരിക്കും. കാരണം 2-3 പേരെ കൂടെ വെച്ചിട്ടായിരിക്കും ട്രൈ ചെയ്തത്. ഏറ്റവും ട്രൈ ഇസ് ബെസ്റ്റ്. അങ്ങനെ നിയമമൊന്നുമില്ല. ഇത്രയും പേര് ദേ ഷുഡ് സ്റ്റേ ബാക്ക് ആൻഡ് ദേ ഷുഡ് ട്രൈ ടു സേവ് ദ ഷിപ്പ്. അങ്ങനെ നിയമമൊന്നുമില്ല. ബട്ട് ഐ എം ഷുവർ ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് ദ ക്രിട്ടിക്കാലിറ്റി ഓഫ് ദ ഗുഡ്സ്, പിന്നെ കരടി ഇത്ര അടുത്തായത് കാരണം യു മസ്റ്റ് ഹാവ് ട്രൈഡ് ഹിസ് ബെസ്റ്റ് അറ്റ്ലീസ്റ്റ് ടു മിനിമൈസ് ദ ഡാമേജ്. പറ്റുന്ന ടാങ്ക് എല്ലാം സീൽ ഓഫ് ചെയ്യുക, പിന്നെ പറ്റുന്ന അത്രയും ഷിപ്പ് മുങ്ങാതെ നോക്കുക, ട്രൈ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്രയും ലാസ്റ്റ് വരെ നിന്നത് ഷിപ്പിനകത്ത്. ശബരിലാഷ്ടമി, താങ്കൾ ഈ പറഞ്ഞ പായ്വഞ്ചി അപകടം ഉണ്ടാകുന്നു, അതിനുശേഷം വലിയ പരിക്കൊക്കെ ഉണ്ടായിരുന്നു. ആ പരിക്കിൽ നിന്നൊക്കെ താങ്കൾ പൂർണ്ണമായി മുക്തനായി അല്ലേ ശബരിലാഷ്ടമി? അതിനെല്ലാം അതെല്ലാം ക്ലിയർ ആയ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ പ്ലെയിനും പറപ്പിച്ചു. പിന്നെ ഒരു പ്രാവശ്യം കൂടെ ലോകം ചുറ്റി കറങ്ങി വന്നേ. ഓക്കെ, ശ്രീ വിവേക് രാമനാഥ്, ഇവിടെ എന്താണ് പറയപ്പെടുന്നത്, ചിലപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കപ്പൽ ചാലിൽ വീണുപോയിട്ടുണ്ട് എന്നും പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് കപ്പലുകളുടെ സഞ്ചാരപാതയിലാണെങ്കിൽ ഇതിനെ മൊത്തത്തിൽ പൊക്കിയെടുക്കൽ പ്രധാനമായി വരില്ലേ? അത് നേരത്തെ ശ്രീ ചാൾസ് ജോർജ് മുങ്ങിപ്പോയ പല കപ്പലുകൾ ഇപ്പോഴും അവിടെ കിടക്കുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഷിപ്പിംഗ് കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സവിശേഷ ഉത്തരവാദിത്വം ഇല്ലേ ശ്രീ വിവേക് രാമനാഥ്? ഇവിടെ കപ്പൽ ചാല് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ കൊച്ചി തുറമുഖത്തേക്ക് വരാനായിട്ടൊരു കപ്പൽ ചാലുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആഴമുള്ള, അതായത് ഒരു ഡ്രാഫ്റ്റ് എന്നാണ് പറയുന്നത്. കപ്പലിൻ്റെ വെള്ളത്തിൻ്റെ ആ താഴത്തോട്ടുള്ള ഭാഗത്തിനെ ഡ്രാഫ്റ്റ്, എത്ര ഡെപ്ത് ഉണ്ടെന്നുള്ളതിനെ ഡ്രാഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡ്രാഫ്റ്റുള്ള കപ്പലുകൾ അകത്തോട്ട് വരാനായിട്ടുള്ള സംവിധാനമാണ് ഈ കപ്പൽ ചാലെന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഡ്രഡ്ജ് ചെയ്ത് മണ്ണ് എടുത്ത് മാറ്റി അത് പീരിയോഡിക്കലായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അതിനകത്ത് മണ്ണ് വന്ന് നിറയും. അപ്പോൾ അങ്ങനെ ചെയ്തു വയ്ക്കുന്ന പ്രദേശത്തെയാണ് ഈ കപ്പൽ ചാല് എന്ന് വിളിക്കുന്നത്.
അത് ഈ പറയുന്ന പ്രദേശത്ത് അങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട് കാര്യം, അവിടെ അങ്ങനെ വരേണ്ട കാര്യം സാഹചര്യമില്ല. കാര്യം ഇത് പുറംകടലിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പിന്നെ ഇത് പ്രധാനപ്പെട്ട കപ്പലുകൾ പോകുന്നതാണെങ്കിൽ, ഇവിടെ നല്ല ഡെപ്തിലാണ് ഇത് മുങ്ങിയിരിക്കുന്നതെങ്കിൽ അവിടെ അതിനെ എടുത്ത് ഇതിനു വേണ്ടി മാറ്റേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഉണ്ടാകുന്ന കെമിക്കൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും റിമൂവ് ചെയ്യാനായിട്ട് അത് മാത്രമോ അല്ലെങ്കിൽ ഈ കപ്പലിനെ മൊത്തമായിട്ട് തന്നെ സാൽവേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അടുത്ത സാഹചര്യത്തിൽ അവർ നോക്കും. പക്ഷേ ഈ ഡെപ്ത് കുറഞ്ഞു പോയത് കൊണ്ട് അതിനെ മാറ്റണം എന്നുള്ള സാഹചര്യമുള്ളൊരു സ്ഥലമാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയില്ല. അത് എനിക്ക് തോന്നുന്നത് ഈ കൃത്യം ലൊക്കേഷനൊക്കെ അറിയാവുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും നേവി ആണെങ്കിലും അവരെ സഹായിക്കുന്ന ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ആണെങ്കിലും അതുപോലെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന മറ്റ് പല ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസും ഇതിനകത്ത് ഇൻവോൾവ് ആവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് അവർക്ക് ലഭ്യമാവും. നമുക്ക് പബ്ലിക് അത് അവെയർ അല്ലെങ്കിൽ പോലും അവർക്ക് അതൊക്കെ കുറേ അവെയർ ആയിട്ടുണ്ടാകും. അതായിരിക്കണം അവർ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ജനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും കൊടുക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ഇറ്റാലിയൻ കപ്പലിൻ്റെ അതിൻ്റെ പേര് ഞാൻ ഓർത്തിരുന്നാണ് മറന്നുപോയി. ഇറ്റാലിയൻ കപ്പലിൽ ഇത്തരത്തിൽ മുങ്ങിയതിൽ നിന്ന് കണ്ടെയ്നർ മാത്രം താങ്കൾ നേരത്തെ പറഞ്ഞ ആ സംഘം എടുത്തു മാറ്റിയൊക്കെ വാർത്ത വായിച്ചിട്ട് ഓർക്കുന്നു. കണ്ടെയ്നർ വെസലായിരുന്നില്ല, അതൊരു പാസഞ്ചർ വെസലായിരുന്നു. കോസ്റ്റ കോൺകാർഡിയ എന്ന് പറയുന്ന ഒരു വെസലായിരുന്നു. അത് തീരത്തിനോടടുത്ത് തന്നെ ചെരിഞ്ഞ്, അത് പക്ഷേ വളരെ അടുത്തായിരുന്നു തീരത്തിൻ്റെ. അതൊരു ചെറിയൊരു കടലിൻ്റെ അടിത്തട്ടിലിടിച്ച് അത് ചെരിയുകയായിരുന്നു. അത് സാൽവേജ് എടുത്തുകൊണ്ടേ. കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് അത് ചെരിഞ്ഞത്. അതങ്ങനെ അവിടെ ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് സാൽവേജ് ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ഇത് ചെയ്യുന്ന സാൽവേജിങ് കമ്പനീസ് ഉണ്ട്, ഇൻ്റർനാഷണൽ കമ്പനീസ് ഉണ്ട്. വളരെ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻറ്റും അതുപോലെ തന്നെ അവരുടെ മെത്തേഡ്സൊക്കെ ഉണ്ട്. അവരാണ് സാധാരണ രീതിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഈ ഒരു പ്രത്യേക ഇൻസിഡൻറ്റിൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് അത് കുറേ കൂടെ ദുഷ്കരമായിരിക്കും. കാര്യം ഇത് കുറേ കൂടെ ആഴത്തിലേക്ക് ഇത് പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ദുഷ്കരമായിരിക്കും. അത് എങ്ങനെ വേണം നമ്മളിനി മുൻപോട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇനി എങ്ങനെയാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ. ശ്രീ ചാൾസ് ജോർജ്, ഇത് നമുക്കിപ്പോഴും ഒന്നിനെക്കുറിച്ചും കാര്യമായ വ്യക്തതയില്ല. ഇതെന്താണ് സംഭവമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം ദൂരവ്യാപകമായ എണ്ണപ്പടർച്ച ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അത് ചെറിയ ഏരിയയിൽ ഒതുങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു, ചിലപ്പോൾ അത് കേരള തീരത്ത് മൊത്തം ഒരുപക്ഷെ ശ്രീലങ്കൻ തീരം വരെ അതുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ കടൽക്കാറ്റുണ്ട്. അപ്പോൾ നമുക്കത് വരും മണിക്കൂർ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം ആവർത്തിച്ച് എല്ലാവരും പറയുന്നത്, ഇതിനുള്ളിൽ ഹാനികരമായ വസ്തുക്കളുണ്ട്. ഏത് രീതിയിൽ ഹാനികരമാണെന്ന് അറിയില്ല കൂടിയും തൊട്ടു നോക്കരുതാത്ത പോലും രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എൻഗേജ് ചെയ്താത്ത രീതിയിൽ ഹാനികരമായ വസ്തുക്കളുണ്ട് എന്ന് തന്നെ ഉറപ്പായിട്ട് പറയും. നമുക്കിപ്പോൾ അറിയാവുന്ന വ്യക്തമായ കാര്യം അത് മാത്രമേ ഉള്ളൂ. തീരദേശത്തിനൊന്നാകെ ആ ഒരു അവബോധം ഉണ്ടായിട്ടുണ്ടോ ശ്രീ ചാൾസ് ജോർജ്? ഈ വിവേകിൻ്റെ വിവേകം പോലും ആർക്കുമില്ലെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു കപ്പലിൽ തുള വന്നിട്ട് കപ്പൽ മുങ്ങി എന്നാണ് പറയുന്നത്. ഒരു തുള വന്നാലും കപ്പൽ മുങ്ങില്ല സാർ. അത് കമ്പാർട്ട്മെൻറ്റിൽ തിരിച്ചു വയ്ക്കുക. എല്ലാ കപ്പലും വെള്ളം നിറച്ചല്ലേ പോകുന്നത്, ഇവിടെ നിന്ന് പോകുന്ന കപ്പലുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു തുള വന്നാൽ കപ്പൽ മുങ്ങിപ്പോകില്ല. അത് മുക്കിയതാണെന്നുള്ള ആശങ്കയും ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഞാൻ ഉള്ളത് പറയാം. ഒന്ന് കാലപ്പഴക്കം, രണ്ട് ഇതിൻ്റെ രൂപിയസായ നേച്ചർ, ഇതുവരെ ഉള്ളതിൻ്റെ ദുരൂഹത അവിടെ നിലനിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സമഗ്രാന്വേഷണം പറഞ്ഞത് അതുകൊണ്ടാണ്. മൂന്നാമത്തെ വിഷയം മത്സ്യമേഖല എങ്ങനെ ബാധിക്കും. ഞങ്ങളൊരു രക്ഷയില്ലാത്ത ആൾക്കാരെന്നറിയാമല്ലോ. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന ബ്ലൂ ഇക്കോണമി ഞങ്ങളാകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. കടപ്പുറത്ത് ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി കടലിലും പോകാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് പോകും. മലപ്പുറത്ത് ഇടയ്ക്കെടുത്ത് പോകേണ്ട അവസ്ഥ കിടക്കുന്നത്. ആര് നമ്മളെ നോക്കാനായിട്ട് ഇതിനകത്ത്? ഞങ്ങൾക്കാരും രക്ഷകരില്ല. ആരും നിങ്ങളെ രക്ഷിക്കുമെന്ന് ചോദിച്ചാൽ ആരുമില്ല രക്ഷകർന്ന് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലൊക്കെ സമഗ്ര അന്വേഷണം വേണം. ഒന്ന്. രണ്ട്, നഷ്ടപരിഹാരം ഞങ്ങൾക്ക് നൽകണം. ഈ പ്രദേശത്തുള്ള മത്സ്യങ്ങൾ എങ്ങനെ ജീവിക്കുന്ന ആലോചിക്കണം. അവർക്ക് ഇനി എന്ന് കടലിൽ പോകാൻ പറ്റുന്ന ആലോചിക്കണം. അതിൽ മൂന്ന്, ഇതിൻ്റെ ഈ രാസവസ്തുക്കൾ അടിയന്തരമായി നിർമ്മാർജ്ജനം ചെയ്യണം. അതിനൊരുപാട് സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, അത് പ്രയോഗിക്കണം. ലോകം പഴയ ലോകമല്ലല്ലോ. ഇന്ത്യ 2ാം സ്ഥാനത്ത് 3ാം സ്ഥാനത്ത് കിട്ടുന്ന സാങ്കേതിക വിദ്യയിൽ. ഇപ്പോൾ ട്രംപ് മുതൽ മോഡി വരെ യഥാർത്ഥത്തിൽ എല്ലാ ആളുകളും ശാസ്ത്രത്തിൻ്റെ നില നിൽക്കുന്നൊരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്രം വേണമെന്ന് പറയുന്ന ആൾക്കാർ ഇവരൊക്കെ ഉറപ്പായും സമയം കഴിയണം. അതുകൊണ്ട് ക്ഷമിക്കണം. എന്തായാലും താങ്കൾ പറയുന്ന ആശങ്കകൾ അത് 100% മുഖവിലക്കെടുക്കേണ്ട ആശങ്കകളാണ്. നമ്മൾ ഇടയ്ക്കാണെങ്കിൽ കൂടിയും പറയുന്ന ആശങ്കകളുമാണ്. അത് മത്സ്യത്തൊഴിലാളി മേഖലയുടെ പൊതുവിലുള്ള വേദന, അത് പറയുമ്പോൾ വൈകാരികത ഉണ്ടാകും. ആ വൈകാരികത തന്നെയാണ് ചാൾസ് ജോർജിൻ്റെ വാക്കുകളുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ വ്യക്തത വരട്ടെ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം എന്താണ് ഈ പറഞ്ഞ നമ്മുടെ തീരത്ത് ഒഴിഞ്ഞു നടക്കുന്ന കണ്ടെയ്നറുള്ളത് എന്ന കാര്യം അറിയാൻ നമ്മൾ അർഹരാണ്. ആ കാര്യം അറിയാൻ നമ്മൾ എന്തുകൊണ്ടും നമുക്ക് അവകാശമുണ്ട്. ഇവിടെ പ്രേക്ഷകരെ, അതാണ് സാഹചര്യം. ഏതു സമയത്തും ഏതു തീരത്തും ഈ കണ്ടെയ്നറുകൾ ചിലപ്പോൾ വന്നേക്കാം. ഇപ്പോൾ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഹൈറ്റൈഡ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങോട്ടും ഇപ്പോൾ വരാം.
വന്നു കഴിഞ്ഞാൽ അത് സൂക്ഷ്മതയോടെ ഇരിക്കുക. നേരത്തെയൊക്കെ പറയുന്ന പോലെ അതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും കൃത്യമായി അറിയില്ല. അതുകൊണ്ട് അതിലൊക്കെ ആരും അടുക്കാതിരിക്കുക, കൃത്യമായി പോലീസിനെയോ കോസ്റ്റൽ പോലീസിനെയൊക്കെ അറിയിക്കുക എന്നത് മാത്രമാണ് നേരത്തെ അതുൽ പിള്ള പറഞ്ഞതുപോലെ. വലിയ മഴയുമാണ്, ജാഗ്രതയും സൂക്ഷ്മമായിട്ടിരിക്കുക. നാളെ 11 ജില്ലകളിലാണ് റെഡ് അലർട്ട്. പരക്കെ മഴ, സമഗ്രമായ മഴ നാളെ ഉണ്ടാകുന്ന ദിവസമാണ്. സൂക്ഷിക്കുക, കരുതലോടെ ഇരിക്കുക. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.